സോ ഗുഡ് ഈവനിങ് ഓൾ. പിന്നെ പുതിയ ടോപ്പിക്കാണ് ഹെമറ്റോളജിയാണ്. അപ്പോൾ ഹെമറ്റോളജിയിൽ നമുക്ക് ഹെമറ്റോപോയിസിസ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹെമറ്റോപോയിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്ന ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഫോർമേഷനെയാണ് നമ്മുടെ ഹെമറ്റോപോയിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ബ്ലഡ് സെൽസ്, അതായത് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ് ഇതെല്ലാം ഫോം ചെയ്യുന്നതിന് ചേർത്തിട്ടാണ് നമ്മൾ ഹെമറ്റോപോയിസിസ് എന്ന് വിളിക്കുന്നത്. ഹെമറ്റോപോയിസിസ് എവിടെയാണ് നടക്കുന്നത്? RBC. ഹെമറ്റോപോയിസിസ് നടക്കുന്ന സ്ഥലമാണ് ബോൺ മാരോ. ബ്ലഡ് സെൽസ് ബോൺ മാരോ. ബോൺ മാരോയിൽ അല്ലേ? ഓക്കെ, അപ്പോൾ ബോൺ മാരോയ്ക്ക് അകത്താണ് നമ്മുടെ ബ്ലഡ് സെൽ ഫോർമേഷൻ നടക്കുന്നത്. ഹെമറ്റോപോയിസിസ് നടക്കുന്നത് ബോൺ മാരോയ്ക്ക് അകത്തിട്ടാണ് നടക്കുന്നത്. അതായത് അഡൽട്സിലാണ് ഞാൻ പറയുന്നത്. അഡൽട്സിൽ ചില പർട്ടിക്കുലർ ബോൺസിന്റെ ബോൺ മാരോയ്ക്ക് അകത്താണ് നമ്മുടെ ഹെമറ്റോപോയിസിസ് നടക്കുന്നത്. അപ്പോൾ അവിടെ മാത്രമാണ് ഹെമറ്റോപോയിസിസ് നടക്കുന്നത്, വേറെ ഒരു സ്ഥലത്തും നടക്കുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഡുലറി ഹെമറ്റോപോയിസിസ്. അപ്പോൾ ബോൺ മാരോയിൽ അല്ലാതെ പുറത്ത് എവിടെ വെച്ച് നടന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ എക്സ്ട്രാ മെഡുലറി ഹെമറ്റോപോയിസിസ് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് അബ്നോർമൽ ഇൻ അഡൾട്ട് ആണെങ്കിൽ എക്സ്ട്രാ മെഡുലറി ഹെമറ്റോപോയിസിസ് നടക്കുന്നത് അബ്നോർമൽ കണ്ടീഷനിൽ മാത്രമാണ്. അതായത് ഇപ്പോൾ ലിവർ, സ്പ്ലീന് ഇങ്ങനെയുള്ള ഓർഗൻസിൽ ചിലപ്പോൾ ഹെമറ്റോപോയിസിസ് നടക്കാം. അപ്പോൾ അത് അബ്നോർമൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മുടെ നോർമൽ സിസ്റ്റത്തിൽ നമ്മുടെ ബോൺ മാരോയ്ക്ക് അകത്ത് ചില പർട്ടിക്കുലർ സെൽസ് ഉണ്ട്. ആ സെൽസിനകത്താണ് അടുത്തുനിന്നാണ് ഈ പറയുന്ന ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതായത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ദേ ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഡിഫറെൻറ്റ് മോർഫോളജിക്കൽ സെൽസ്. ഓക്കെ, അപ്പോൾ ആ സെൽസിനെയാണ് നമ്മൾ പ്ലൂറിപൊട്ടൻറ്റ് ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ നമുക്ക് കാണാം, ഏറ്റവും ടോപ്പിൽ കാണിച്ചിരിക്കുന്നതാണ് ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ്. എന്ന് വെച്ചാൽ സ്റ്റെം സെൽസിൽ നിന്നും മറ്റ് സെല്ലുകളെല്ലാം തന്നെ ഫോം ചെയ്യുന്നത് ഈ സ്റ്റെം സെൽസിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ അതിന് പല വെറൈറ്റീസിലുള്ള സെൽസ് ഫോം ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് നമ്മൾ പ്ലൂറിപൊട്ടൻറ്റ് ഹെമറ്റോപോയിറ്റിക് സ്റ്റെം സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രണ്ട് പ്രോജനേറ്റേഴ്സ് ആണ് മെയിനായിട്ടും പറയുന്നത്. ഒന്ന് ലിംഫോയിഡ് സ്റ്റെം സെൽസ്, പിന്നെ ഒന്ന് കോളനി ഫോമിക് ബ്ലാസ്റ്റോസിസ്റ്റ്. ഇത് നിങ്ങൾ ഫിസിയോളജിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലിംഫോയിഡ് സ്റ്റെം സെല്ലും പിന്നെ ഇത് കോളനി ഫോമിക് ബ്ലാസ്റ്റോസിസ്റ്റുമാണ്. അപ്പോൾ ലിംഫോയിഡ് സ്റ്റെം സെല്ലിൽ നിന്നാണ് നമുക്ക് ലിംഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ലിംഫോസൈറ്റ്സിൻ്റെ പ്രിമച്വർ സ്റ്റേജിനാണ് നമ്മൾ ലിംഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിംഫോബ്ലാസ്റ്റ് മെച്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിംഫോസൈറ്റ്സ് ആയിട്ട് മാറും. ഓക്കെ, ടി ലിംഫോസൈറ്റ്സ് ഉണ്ട്, ബി ലിംഫോസൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഫോം ചെയ്യുന്നത് ഈ ലിംഫോയിഡ് സ്റ്റെം സെല്ലിൽ നിന്നാണ്. ഇനി അതുപോലെ കോളനി ഫോമിംഗ് ബ്ലാസ്റ്റോസിസ്റ്റ് വേറെ കുറേ ലീനേജസ് ആണ് വരുന്നത്. അതായത് ഇവിടെ നമുക്ക് ബാക്കി സെൽ, അതായത് ലിംഫോസൈറ്റ് അല്ലാതെ ബാക്കി സെൽസ് എല്ലാം വരുന്നത് ഈ കോളനി ഫോമിംഗ് ബ്ലാസ്റ്റോസിസ്റ്റിൽ നിന്നാണ്. അപ്പോൾ കോളനി ഫോമിംഗ് ബ്ലാസ്റ്റോസിസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കോളനി ഫോമിംഗ് യൂണിറ്റ് ഫോർ എറിത്രോസൈറ്റ് ആവും, കോളനി ഫോമിംഗ് യൂണിറ്റ് ഫോർ മെഗാകാരിയോസൈറ്റ്സ്, ദെൻ കോളനി ഫോമിംഗ് യൂണിറ്റ് ഫോർ ഗ്രാനുലോസൈറ്റ് ആൻഡ് മോണോസൈറ്റ്. ഓക്കെ, അപ്പോൾ കോളനി ഫോമിംഗ് യൂണിറ്റ് ഫോർ എറിത്രോസൈറ്റിൽ നിന്ന് നമുക്ക് എറിത്രോസൈറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ RBCs ഉണ്ടാവും. കോളനി ഫോമിംഗ് യൂണിറ്റ് ഫോർ മെഗാകാരിയോസൈറ്റ്സ് എന്നാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവും. ഇനി കോളനി ഫോമിംഗ് യൂണിറ്റ് ഫോർ ഗ്രാനുലോസൈറ്റ് ആൻഡ് മോണോസൈറ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രിക്കസർ ആയിട്ട് വരുന്നതാണ് മൈലോബ്ലാസ്റ്റും മോണോബ്ലാസ്റ്റും. മൈലോബ്ലാസ്റ്റ് എന്തായിട്ട് മാറും? മൈലോസൈറ്റുകളായിട്ട് മാറും. അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഗ്രാനുലോസൈറ്റ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നത്? ഗ്രാനുലോസൈറ്റ്സ്, ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ. ഓക്കെ, അപ്പോൾ അതെല്ലാം വരുന്നത് അതിൻ്റെ പ്രിക്കസർ സെൽസ് ആണ് ഈ മൈലോസൈറ്റ് എന്ന് പറയുന്നത്. ഇനി മോണോബ്ലാസ്റ്റ് വേറൊരു സെൽ ടൈപ്പാണ്. അപ്പോൾ മോണോബ്ലാസ്റ്റിൽ നിന്നാണ് നമുക്ക് മോണോസൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാത്ത് വേ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്ന ഒരു പാത്ത് വേ ആണ്. അപ്പോൾ അതിൽ നമുക്ക് എറിത്രോപോയിസിസ് ഒന്ന് നോക്കാം. അപ്പോൾ എറിത്രോപോയിസിസ് പല ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ മെച്യൂർ RBCയുടെ എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? മെച്യൂർ RBCക്ക് അല്ലെങ്കിൽ RBC മെച്യൂർ ആകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? RBC മെച്യൂർ ആവുന്ന ഇങ്ങനെ പല സ്റ്റേജസ് ആയിട്ടാണ്. ന്യൂക്ലിയസ് ന്യൂക്ലിയേറ്റഡ് ആവും. പിന്നെ
സൈസിന് എന്ത് പറ്റും? സൈസ് കൂടുവോ കുറയോ? സൈസ് കുറയും അല്ലെ? സൈസ് കുറയും. വാട്ട് ഹാപ്പൻസ് ടു ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിൻ പ്രസന്റ് ആയിരിക്കും. അതായത് ഇനിഷ്യലി ഹീമോഗ്ലോബിൻ അത്ര ഉണ്ടാവില്ല, പക്ഷെ ആർ ബി സി മെച്യൂർ ചെയ്യുന്നതിനനുസരിച്ച് അതിനകത്ത് ഹീമോഗ്ലോബിന്റെ എമൗണ്ട് കൂടുതലായിട്ട് വരും. അപ്പൊ ഇതാണ് ഒരു മെച്യൂർ ആർ ബി സിക്കകത്ത് സംഭവിക്കുന്നത്. മെച്യൂർ ആർ ബി സിക്കകത്ത് ന്യൂക്ലിയസ് ഉണ്ടാവില്ല, അതിന്റെ സൈസ് റെഡ്യൂസ്ഡ് ആയിരിക്കും. പിന്നെ എന്താ പറയുക, ഹീമോഗ്ലോബിന് അതിനകത്ത് ഫില്ല് ചെയ്യും. അപ്പോൾ ഇതാണ് അതിന്റെ ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആദ്യം വന്നൊരു ആർ ബി സി വലിയൊരു ആർ ബി സി ആണ് അല്ലെ, വലിയൊരു ആർ ബി സി ആണ്. അപ്പൊ അതിന്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ വലിയ ന്യൂക്ലിയസ് ആണ്. ഈ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ സ്പെറിക്കൽ ഫോമിൽ കാണിച്ചിരിക്കുന്നതാണ് ന്യൂക്ലിയസ്. അപ്പോൾ വലിയ സൈറ്റോപ്ലാസം ടു ന്യൂക്ലിയസ് റേഷ്യോ എടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയസ് വലുതാണ്. ഓക്കെ, പിന്നെ അതാണ് പ്രോ എറിത്രോബ്ലാസ്റ്റിക് സ്റ്റേജ്. അത് കഴിഞ്ഞ് ഒരു ബേസോഫിലിക് എറിത്രോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഏർലി എറിത്രോബ്ലാസ്റ്റിക് സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ചും കൂടെ സൈസ് റെഡ്യൂസ്ഡ് ആവുകയാണ്. അപ്പോൾ ഈ സൈസ് റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സെൽ ഡിവിഷൻ നടന്നായിരിക്കും അത് അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്ത് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് DNA ഒക്കെ അത്യാവശ്യമായിട്ട് വേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ DNA സിന്തസിസ് പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സൈസ് റെഡ്യൂസ് ചെയ്യാതെ ഇതിങ്ങനെ വലുതായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഈ സൈസ് റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സെൽ ഡിവിഷൻ നടന്ന് വന്നിട്ടാണ് അൾട്ടിമേറ്റ്ലി ഒരു ചെറിയ സൈസിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫക്റ്റീവ് DNA സിന്തസിസ് ആണ് നമ്മൾ ഏത് അനീമിയയിലാണ് അത് പഠിക്കുന്നത്? ഇഫക്റ്റീവ് DNA സിന്തസിസ് വരുമ്പോൾ ആർ ബി സിസ് വലുതായിട്ട് തന്നെ ഇരിക്കും. അത് ഏത് ടൈപ്പ് ഓഫ് അനീമിയാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ഓക്കെ, അപ്പൊ അവിടെ അതിന്റെ കാരണം പറഞ്ഞാൽ ഡിഫക്റ്റീവ് DNA സിന്തസിസ് ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറയുക, നമ്മുടെ ബേസോഫിലിക് സൈറ്റോപ്ലാസം ആണ് അതിന്റെ അടുത്ത സ്റ്റേജ്. ഓക്കെ, ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുറച്ചും കൂടി ന്യൂക്ലിയസിന്റെ സൈസ് റെഡ്യൂസ് ചെയ്തു അല്ലേ. അപ്പൊ അവിടെ ഹീമോഗ്ലോബിൻ എന്താ പറയുക, ഹീമോഗ്ലോബിൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന്റെ സൈസ് പിന്നെയും റെഡ്യൂസ്ഡ് ആയി. അവിടെ ആ സ്റ്റേജിലാണ് നമുക്ക് പിഗ്നോട്ടിക് ന്യൂക്ലിയസ് കിട്ടുന്നത്. അതുപോലെ സൈറ്റോപ്ലാസത്തിനകത്ത് ഹീമോഗ്ലോബിന്റെ അളവ് കൂടി വരികയാണ്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റെട്ടിക്കുലോസൈറ്റ് സ്റ്റേജ് ആണ്. അപ്പോൾ റെട്ടിക്കുലോസൈറ്റ് സ്റ്റേജ് ആണ് നമ്മുടെ അതായത് മെച്യൂർ ആർ ബി സിക്കും ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ് അല്ലെ. ന്യൂക്ലിയേറ്റഡ് ആർ ബി സിക്കും മെച്യൂർ ആർ ബി സിക്കും ഇടയിൽ വരുന്ന ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ് ഈ റെട്ടിക്കുലോസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മെച്യൂർ ആർ ബി സി ആണ് വരുന്നത്. അപ്പോൾ മെച്യൂർ ആർ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ബൈകോൺവെക്സ് ഡിസ്ക് ഷേപ്പ്. ഓക്കെ, ഹലോ ഹലോ ഡിസ്ക് ഷേപ്പ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം ഡോക്ടറെ. എന്തായിരുന്നു പറഞ്ഞത്? മെച്യൂർ ആർ ബി സിയുടെ ഷേപ്പ് എങ്ങനെയായിരുന്നു? ബൈകോൺകേവ് ബൈക്കോൺകേവ് ഷേപ്പ് അല്ലെ. ബൈക്കോൺകേവ് ഡിസ്ക് ഷേപ്പ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഒരു സ്പിരിക്കൽ അപ്പൊ അതിന്റെ സൈസിലോ ഷേപ്പിലോ ഒക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ ആ ആർ ബി സി നോർമൽ ആയിട്ട് മാറും. ഓക്കെ, പിന്നെ അതുപോലെ വേറൊരു പ്രത്യേകത ഇതിനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് സെൻട്രൽ പാനൽ 1/3 ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി സെൽ. അപ്പോൾ അതാണ് ആ ഇതും കൂടി മറന്നു പോയത്, സെൻട്രൽ പാലറിന്റെ കാര്യം കൂടി മറന്നു പോയത്. അപ്പൊ എത്രയാണ് മെച്യൂർ ആർ ബി സിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ അനീമിയ നമുക്ക് എങ്ങനെ അനീമിയ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആർ ബി സിയിൽ ഉണ്ടാകുന്ന നമ്പർ കുറവ് അല്ലെ, ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ആർ ബി സിസ് ഓർ ഡിക്രീസ് ഓഫ് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. ഓക്കെ, ഫോർ ദ പേഷ്യന്റ് ഏജ് ആൻഡ് സെക്സ്. പേഷ്യന്റെ ഏജിനും സെക്സിനും അടിസ്ഥാനപ്പെടുത്തി ആർ ബി സിയിൽ വരുന്ന കുറവോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷനിൽ വരുന്ന കുറവോ രണ്ടും ആവാം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനീമിയ എന്ന് വിളിക്കുന്നത്.
ഓക്കെ, അതുപോലെ പ്രഗ്നൻസിയിൽ നമുക്കൊരു ഫിസിയോളജിക്കൽ അനീമിയ നമുക്ക് കിട്ടാറുണ്ട്. പ്രഗ്നൻസി അതുപോലെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ പോകുമ്പോൾ നോർമൽ അഡൽട്ട് ഹീമോഗ്ലോബിൻ ലെവൽ എന്ന് പറയുന്നത് മെയിൽസിന് 13 to 17 ഗ്രാം പെർ ഡെസിലിറ്ററും ഫീമെയിൽസിന് 12 to 15 ഗ്രാം പെർ ഡെസിലിറ്ററുമാണ് നോർമൽ അഡൽട്ട് ഹീമോഗ്ലോബിൻ ലെവൽ പറയുന്നത്. അപ്പോൾ അനീമിയയുടെ ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അനീമിയ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ സൈസും ഷേപ്പും ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ കോസ് ബിഹൈൻഡ് അനീമിയ അത് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് എത്തിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അനീമിയ എന്തൊക്കെ റീസൺസ് കൊണ്ടിട്ട് വരാം? നമ്മൾ പറഞ്ഞു RBCയിൽ ഉണ്ടാകുന്ന കുറവ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിനിൽ ഉണ്ടാകുന്ന കുറവാണ്. അപ്പോൾ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അനീമിയ? പ്രൊഡക്ഷൻ കുറയുന്നോണ്ട് വരാം. പിന്നെ ഡിസ്ട്രക്ഷൻ കൂടുന്നു. പിന്നെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് അപ്പൊ അതൊക്കെ ഡിസ്ട്രക്ഷനിൽ വരും. ബ്ലഡ് ലോസ് അല്ലെ, അതിൽ മൂന്നാണ് നമുക്ക് മെയിൻ ആയിട്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുന്ന കണ്ടീഷന് നമുക്ക് അതിൻ്റെ അകത്ത് പറയാം. ഓക്കെ, അപ്പോൾ ബ്ലഡ് ലോസ് ആണ് മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. അനീമിയയുടെ ഒരു മെയിൻ കോസ് ആണ് ബ്ലഡ് ലോസ് എന്ന് പറയുന്നത്. അത് അക്യൂട്ട് ബ്ലഡ് ലോസ് ആവും, ക്രോണിക് ബ്ലഡ് ലോസ് ആവും. അക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ട്രോമ കണ്ടീഷൻസോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്തെങ്കിലും സർജറീസ്, അപ്പോൾ അങ്ങനെ നമുക്ക് ബ്ലഡ് ലോസ് വന്നിട്ട് അനീമിയ വരുന്നതാണ് അക്യൂട്ട്. ഇനി ക്രോണിക് എന്ന് പറയുമ്പോൾ ക്രോണിക് ആയിട്ട് നമുക്ക് ബ്ലഡ് ലോസ് വരാനായിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസും അനീമിയയിലേക്ക് ലീഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പെപ്റ്റിക് അൾസർ, ദെൻ ഹെമറോയിഡ്സ്, ഓക്കെ, കാർസിനോമ, CA കോളൻ, ഹുക്ക്വം ഇൻഫെസ്റ്റേഷൻ, അതുപോലെ മെനറേജ്, എക്സസീവായിട്ട് മെൻസ്ട്രൽ ബ്ലഡ് ലോസ് ഉണ്ടായാൽ. അപ്പോൾ ഈ പറയുന്ന സ്റ്റേജിലൊക്കെ നമുക്ക് ഈ മെനറേജിയുടെ ഒക്കെ കൂട്ടത്തിൽ അനീമിയ കിട്ടാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ നോക്കിയിരിക്കണം, എക്സസീവ് മെൻസ്ട്രൽ ലോസ് ഉള്ളവർക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലഡ് ലോസ് ആണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ അനീമിയ ഉണ്ടാകുന്നതിൻ്റെ. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ RBC പ്രൊഡക്ഷൻ ചിലപ്പം പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ RBC പ്രൊഡക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് ഈ എന്താ പറയുക, ഈ എറിത്രോപോയ്സിനെ സഹായിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു ഫാക്ടറാണ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എറിത്രോപോയിറ്റിൻ ഹെൽപ്സ് ഇൻ എറിത്രോപോയ്സിസ്. എറിത്രോപോയ്സിസ് എന്ന് പറയുമ്പോൾ RBC ഫോർമേഷനെയാണ് നമ്മൾ എറിത്രോപോയ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ്, ഒരു ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ എറിത്രോപോയിറ്റിൻ എവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? കിഡ്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിഡ്നി ഡിസീസസിൽ അല്ലേ, റീനൽ ഡിസീസസിലൊക്കെ നമുക്ക് മിക്കവാറും അനീമിയ അസോസിയേറ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകിൽ എറിത്രോപോയിറ്റിൻ ഡെഫിഷ്യൻസി ആയിരിക്കും. അതുപോലെ ഇങ്ങനെ കൊളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടേഴ്സ് ഒക്കെ തന്നെയുണ്ട് നമ്മുടെ ഈ എന്താ പറയുക ബ്ലഡ് സെൽ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ കുറവ് കാരണം നമുക്ക് എന്ത് പറ്റാം, ബ്ലഡ് സെൽ ഫോർമേഷനെ അത് ബാധിക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് ഉണ്ട്. ചില ഡിസീസസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത അനീമിയ ഉണ്ടാവാം, എൻഡോക്രൈൻ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുപോലെ പിന്നെ പറയുന്നത് DNA സിന്തസിസിലുള്ള ഡിഫക്റ്റീവ് കാരണം അങ്ങനെ ഉണ്ടാകുന്ന അനീമിയാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ അതിൻ്റെ അകത്തിരിക്കുന്ന ഹീമോഗ്ലോബിൻ സിന്തസിസിൽ ഡിഫക്റ്റീവ് ആയാലും അത് എന്താണ്, അബ്നോർമൽ റെഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹീം പാർട്ടും ഒരു ഗ്ലോബിൻ പാർട്ടും ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഹീം സിന്തസിസിന് ഡിഫക്റ്റീവ് ഹീം സിന്തസിസ് കാരണം വരുന്ന അനീമിയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ. പിന്നെ ഗ്ലോബിൻ സിന്തസിസിലെ ഡിഫക്റ്റീവ് കാരണം വരുന്നതാണ് തലാസീമിയ. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മാരോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ബോൺ മാരോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇൻ കണ്ടീഷൻസ് ഓഫ് നിയോപ്ലാസംസ്, മിക്കവാറും നിയോപ്ലാസം കണ്ടീഷൻസിലാണ്. അപ്പോൾ ലൈക്ക് അക്യൂട്ട് ലുക്കീമിയ, മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം, എപ്ലാസ്റ്റിക് അനീമിയ, യുവർ റെഡ് സെൽ എപ്ലേഷ്യ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ മാരോ റീപ്ലേസ്മെൻറ്റ് നടക്കും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് സെൽസ് ഫോം ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇംപെയർഡ് റെഡ് സെൽ പ്രൊഡക്ഷനിൽ പറയുന്നത്. ഇനിയുള്ളത് റെഡ് സെല്ലൊക്കെ ഉണ്ടാവുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്, പക്ഷേ റെഡ് സെൽസ് കൂടുതലായിട്ടും ഡിസ്ട്രക്റ്റഡ് ആയിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് റെഡ് സെൽസ് നോർമലി റെഡ് സെൽസ് എവിടെ വെച്ചിട്ടാണ് ഡിസ്ട്രക്റ്റഡ് ആവുന്നത്? റെറ്റിക്കുലർ എൻഡോത്തീലിയൽ സിസ്റ്റത്തിൽ വെച്ചിട്ടാണ്, സ്പ്ലീനിൽ വെച്ചിട്ടാണ് നമുക്ക് ഇത് എന്താ പറ്റുന്ന ഇതിൻ്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, നോർമലി അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ 120 days ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ അത് ഈ റെറ്റിക്കുലർ എൻഡോത്തീലിയൽ സിസ്റ്റത്തിൽ പോയിട്ട് ഡിസ്ട്രക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
ഈ റെഡ് സെൽ ഡിസ്ട്രക്ഷൻ നടക്കാനായിട്ട് പല കാരണങ്ങളും ഉണ്ടാവും. ഒന്നുകിൽ ദാറ്റ് ക്യാൻ ബി കോസ് വിത്തിൻ ദ RBC. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻട്രൻസിക് കോസ് അല്ലെങ്കിൽ ഇൻട്രാ കോർപ്പസ്കുലർ കോസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഔട്ട്സൈഡ് ഉള്ള ഒരു കാരണമായിരിക്കാം. ദാറ്റ് ഈസ് എക്സ്ട്രിൻസിക് ഓർ എക്സ്ട്രാ കോർപ്പസ്കുലർ റീസൺ. അപ്പോൾ ഇൻട്രൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RBCക്ക് അകത്ത് വരുന്ന പ്രോബ്ലംസ് കാരണം ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നതാണ്. അത് ഒന്നുകിൽ അതിൻ്റെ മെംബ്രെയിൻ ഡിഫക്റ്റ് കാരണമായിരിക്കാം. അങ്ങനെ മെംബ്രെയിൻ ഡിഫക്റ്റ് കാരണം വരുന്നതാണ്. ഇപ്പോൾ നോർമൽ RBCയുടെ ഷേപ്പ് നമ്മൾ പറഞ്ഞു, അപ്പോൾ ആ ഷേപ്പ് മാറി അത് സ്പിരിക്കൽ ആകുകയോ എലിപ്റ്റിക്കൽ ആവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള RBCs പെട്ടെന്ന് ഫ്രജൈൽ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് പെട്ടെന്ന് ഡിസ്ട്രക്ഷൻ സംഭവിക്കാം. പിന്നെ ഉള്ളത് അതിൻ്റെ അകത്തുള്ള എൻസൈം ഡെഫിഷ്യൻസീസ് കാരണം, ലൈക്ക് G6PD ഡെഫിഷ്യൻസി, പൈറുവേറ്റ് കൈനേസ് ഡെഫിഷ്യൻസി, ഇങ്ങനെയുള്ള എൻസൈം ഡെഫിഷ്യൻസീസ് കാരണവും RBC ഡിസ്ട്രക്ഷൻ റെഡ് സെൽസ് ഡിസ്ട്രക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ സിന്തസിസ് വരുമ്പോൾ ലൈക്ക് തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ. അപ്പോൾ ഇതൊക്കെ ഹെറിഡിറ്ററി കണ്ടീഷനാണ്. ഒരു അക്വേർഡ് കണ്ടീഷൻ, ഒരു അക്വേർഡ് മെംബ്രെയിൻ ഡിഫക്റ്റ് ആണ് ഈ പരോക്സിസമൽ നൊക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ടീഷനിലും ഇൻക്രീസ്ഡ് റെഡ് സെൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. അതൊരു മെംബ്രെയിൻ ഡിഫക്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് ഈ RBC നോർമൽ ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അതിന് നോർമലി ബ്ലഡ് വെസൽസിലേക്ക് സ്ക്യൂസ് ചെയ്ത് പോകാൻ പറ്റുന്നത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ, അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഷേപ്പ് മാറുക, സൈസ് മാറുകയൊക്കെ ചെയ്യുമ്പോൾ ദേ ആർ മോർ പ്രോൺ ടു ഡിസ്ട്രക്ഷൻ. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എക്സ്ട്രിൻസിക് കോസസ്. എക്സ്ട്രിൻസിക് കോസ് എന്ന് പറഞ്ഞാൽ RBCനെ പുറത്തുനിന്ന് എഫക്ട് ചെയ്യുന്ന കാരണങ്ങളായിരിക്കാം. ഇപ്പോൾ എന്താ പറയുക, ആൻറ്റിബോഡി മീഡിയേറ്റഡ്. ഓക്കെ, അത് മിക്കവാറും നടക്കുന്ന ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനിൽ, അല്ലെങ്കിൽ ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ RBC ഡിസ്ട്രക്ഷൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഓട്ടോ ആൻറ്റിബോഡീസ്, നമ്മൾ ഇന്നലെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ആൻറ്റിബോഡീസ് ANA എഗെയിൻസ്റ്റ് റെഡ് ബ്ലഡ് സെൽസ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഓട്ടോ ആൻറ്റിബോഡി ഫോർമേഷനിൽ നമുക്ക് റെഡ് സെൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാവാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ വെസൽസിൽ കൂടി ഈ RBC കടന്നു പോകുമ്പോൾ അതിന് മെക്കാനിക്കൽ ട്രോമ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകുന്ന അനീമിയാണ് നമ്മൾ മൈക്രോ ആൻജിയോപ്പതിക് ഹീമോളറ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാഹ എന്ന് എഴുതിയിരിക്കുന്ന മൈക്രോ ആൻജിയോപ്പതിക് ഹീമോളറ്റിക് അനീമിയ, ദാറ്റ് ഈസ് ഡ്യൂ ടു മെക്കാനിക്കൽ ട്രോമ ടു RBC. ഓക്കെ, അതായത് ഇപ്പോൾ സ്പേസ് കുറവുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള വെസൽസിൽ കൂടിയൊക്കെ ഈ RBC കടന്നു പോകുമ്പോൾ RBCക്ക് ഡിസ്ട്രക്ഷൻ ഉണ്ടാവാം. ഓക്കെ, പിന്നെ ഉള്ളത് ചില ഇൻഫെക്ഷൻസ്, മലേറിയ. മെയിനായിട്ടും ഹീമോളിറ്റിക് അനീമിയയുടെ ഒരു മെയിൻ കോസ് ആണ് അനീമിയ എന്ന് പറയുന്നത്, അല്ലെ, സോറി, മലേറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇൻക്രീസ്ഡ് റെഡ് സെൽ ഡിസ്ട്രക്ഷൻ്റെ അകത്ത് വരുന്നത്. സോ ദിസ് ഈസ് ദ എത്തിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊന്നും പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. പിന്നെ ഉള്ളത് ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞത് എത്തിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് RBCന്റെ സൈസും ഷേപ്പും അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പം അതിൽ MCV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീൻ കോർപ്പസ്കുലർ വോളിയം. അപ്പോൾ മീൻ കോർപ്പസ്കുലർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദി ആവറേജ് സൈസ് ഓഫ് RBC. ഒരു RBCന്റെ ആവറേജ് സൈസിനെ കാണിക്കുന്നതാണ് ഈ മീൻ കോർപ്പസ്കുലർ വോളിയം. അപ്പോൾ അത് യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്നത് ഫെംറ്റോ ലിറ്റേഴ്സിലാണ്. അതിൻ്റെ നോർമൽ MCV ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 79 to 93.3 ഫെംറ്റോ ലിറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MCV ലെവല് കൂടിയാൽ അതിന് നമ്മൾ മാക്രോസൈറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഈ നോർമൽ MCVയിൽ വരുന്ന ബ്ലഡ് സെൽസിനെ നമ്മൾ നോർമോസൈറ്റ്സ് എന്ന് വിളിക്കും. സൈസ് കൂടിയാൽ അല്ലെങ്കിൽ MCV കൂടിയാൽ നമ്മൾ അതിനെ മാക്രോസൈറ്റ്സ് എന്ന് വിളിക്കും. MCV കുറഞ്ഞാൽ നമ്മൾ അതിനെ മൈക്രോസൈറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അതുപോലെ അതിനകത്തുള്ള ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഓഫ് MCHC. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആവറേജ് കോൺസെൻട്രേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ RBC. RBCക്ക് അകത്ത് വരുന്ന ഹീമോഗ്ലോബിൻ്റെ ഒരു ആവറേജ് കോൺസെൻട്രേഷനെയാണ് നമ്മൾ MCHC എന്ന് പറയുന്നത്. അത് ഈ പൈക്കോഗ്രാം പെർ ഡെസിലിറ്ററിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിൻ്റെ നോർമൽ വാല്യൂ 32.3 to 35.9 ആണ്. അപ്പോൾ അതിൽ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നോർമോക്രോമിക് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അത് കുറഞ്ഞു പോയാൽ നമ്മൾ അതിനെ ഹൈപ്പോക്രോമിക് എന്ന് വിളിക്കും, കൂടി പോയാൽ നമ്മൾ അതിനെ ഹൈപ്പർ ക്രോമിക് എന്ന് വിളിക്കും. നമ്മൾ ഹൈപ്പർ ക്രോമിക് എന്നൊരു സിറ്റുവേഷൻ പഠിക്കുന്നത് വളരെ റെയറാണ്. നമ്മളതിനെ ഹൈപ്പോക്രോമിക് ആണ് പഠിക്കാറ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് വെച്ചുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനിൽ നമുക്ക് അനീമിയനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ, നോമോസൈറ്റിക് നോമോക്രോമിക് അനീമിയ, ദെൻ മാക്രോസൈറ്റിക് അനീമിയ. ഇതാണ് പ്രധാനപ്പെട്ടായിട്ട് വരുന്ന അനീമിയാസ്.
അപ്പൊ ഇതിൽ നമുക്ക് MCQല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ ഏതൊക്കെ കണ്ടീഷനിൽ കാണാം. ഓക്കെ, ഏതൊക്കെ കണ്ടീഷനിലാണ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ കാണുന്നത്? അതാണ് ഇമ്പോർട്ടൻ്റ്, അയൺ ഡെഫിഷ്യൻസി അനീമിയ. പിന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ മാത്രമല്ല നമുക്കത് കിട്ടുക, അതുകൊണ്ടാണ് എടുത്ത് ചോദിക്കുന്നത്. വേറെ ഏതെങ്കിലും അറിയാമോ? തലാസീമിയ. പിന്നെ സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ. പിന്നെ അതായത് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂമോണിക് ഓർക്കാം. TILS. ഓക്കെ, T for thalassemia, A for anemia of chronic disease, I for iron deficiency anemia, L for lead poisoning and S for sideroblastic anemia. അപ്പോൾ ഈ പറയുന്ന എല്ലാത്തിലും ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയ വരാം. ഓക്കെ, അപ്പോൾ ഇത് മറന്നു പോകരുത്. ഇത് MCQ ചോദിക്കാറുണ്ട്, ഏതൊക്കെ കണ്ടീഷനിലാണ് മൈക്രോസൈറ്റ് ഹൈപ്പോക്രോമിക് അനീമിയ കിട്ടുന്നത്. പിന്നെയുള്ളത് മാക്രോസൈറ്റ്സ് ആണ്. അപ്പോൾ മാക്രോസൈറ്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഡിഫക്റ്റീവ് DNA സിന്തസിസ് കാരണമാണ് RBCന്റെ സൈസ് പ്രോപ്പറായിട്ട് റെഡ്യൂസ് ചെയ്ത് RBC വലിയ RBC ആയിട്ട് തന്നെ ഇരിക്കും. അപ്പം അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെൽ ഡിവിഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടാണ്. അപ്പം അത് ചില വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ അനീമിയ കിട്ടുന്നത്. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആൻഡ് ഫോളേറ്റ് ഡെഫിഷ്യൻസി. ഓക്കെ, നമുക്കതിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയയിലേക്ക് പോവാം. അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് ഏറ്റവും മോസ്റ്റ് കോമൺ ന്യൂട്രീഷണൽ ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, കോമണസ്റ്റ് ന്യൂട്രീഷണൽ ഡിസോർഡർ വേൾഡ് വൈഡ് ആൻഡ് ഓൾസോ ഇൻ ഇന്ത്യ. അപ്പോൾ അത് ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ മോസ്റ്റ് കോമൺ അനീമിയ. മോസ്റ്റ് കോമൺ അനീമിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. സെക്കൻഡ് മോസ്റ്റ് കോമൺ അനീമിയ ഈസ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് മോസ്റ്റ് കോമൺ അനീമിയ. ഇനി അയൺ അബ്സോർബ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇത് MCQ ചോദിക്കുന്നതാണ്, അയൺ അബ്സോർപ്ഷൻ. അപ്പൊ ഇത് പേര് തന്നെയുണ്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അയൺ നമുക്കുണ്ടെങ്കിൽ ഹീം സിന്തസിസ് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ, അല്ലെ? അപ്പൊ അയണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് കാരണം ഉണ്ടാവുന്ന അനീമിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പൊ അയൺ എവിടെ നിന്നാണ് നമുക്ക് അബ്സോർബ് ചെയ്യുന്നത്? അത് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ അയണിന്റെ അബ്സോർപ്ഷൻ അതുപോലെ വൈറ്റമിൻ B12 എവിടെ നിന്ന് അബ്സോർബ് ചെയ്യുന്നു, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കാം. അയൺ അബ്സോർബ് ചെയ്യുന്നത് ഡുവോഡിനം ആൻഡ് പ്രോക്സിമൽ ജെജിനാണ്, മെയിൻലി ഫ്രം ഡുവോഡിനം. ഓക്കെ, അതുപോലെ അബ്സോർബ് ചെയ്യുന്ന ഫോം ഏതാണ്? ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അബ്സോർബ് ചെയ്യുന്ന ഫോം, സ്റ്റോർ ചെയ്യുന്ന ഫോം. അബ്സോർബ് ചെയ്യുന്ന ഫോം ഏതാണ്? ഫെറസ് ഫോം. സ്റ്റോർ ചെയ്യുന്ന ഫോം ഫെറിക് ഫോം. ഓക്കെ, അപ്പോൾ ഫെറസ് ഫോമിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് അയണിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഫെറസ് ഫോമിനെ നിർത്താൻ സഹായിക്കുന്നത് നമ്മുടെ ഗ്യാസ്ട്രിക് ആസിഡ് ഒക്കെയാണ്. ഓക്കെ, HCl ഒക്കെയാണ് നമ്മൾ അങ്ങനെ ഫെറസ് ഫോമിൽ ഇരിക്കാൻ സഹായിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ കുറവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ്ട്രക്ടമി ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഈ പറയുന്ന സെക്രീഷൻസ് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. സോ ദാറ്റ് ക്യാൻ ലീഡ് ടു അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കാൻ മറന്നു പോകരുത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. അയൺ അബ്സോർപ്ഷൻ എവിടെ നിന്നാണ്, അയൺ ഏത് ഫോമിലാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇനി അയൺ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ് ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആണ് ട്രാൻസ്ഫെറിൻ എന്ന് പറഞ്ഞാൽ. ഒരു മോളിക്യൂൾ ഓഫ് ട്രാൻസ്ഫെറിൻ ക്യാൻ ട്രാൻസ്പോർട്ട് 2 മോളിക്യൂൾസ് ഓഫ് അയൺ. ഓക്കെ, എന്നിട്ട് ഈ അയണിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോമാണ് ഫെറിറ്റിൻ. ഓക്കെ, സ്റ്റോർഡ് ഫോം ഓഫ് അയണിനെയാണ് നമ്മൾ ഫെറിറ്റിൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഡെയിലി വേണ്ടത്, ഓക്കെ, ഡെയിലി വേണ്ട ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത്, ഡയറ്ററി റിക്വയർമെന്റ് ഈസ് 1 milligram per deciliter. അതാണ് നോർമൽ റിക്വയർമെന്റ് ഓഫ് അയൺ ഇൻ ദ ഡയറ്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഈ ഫിഗർ ഒന്ന് ഓർത്തിരിക്കാം. അയൺ ഡെഫിഷ്യൻസി, അതായത് നമുക്കിപ്പോൾ ആദ്യമേ തന്നെ അയൺ ഡെഫിഷ്യൻസി അല്ല കിട്ടുന്നത്, അതിങ്ങനെ പല സ്റ്റേജസ് ആയിട്ട്. അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ സ്റ്റേജസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് നോക്കി, ഇത് സ്റ്റോറേജ് അയൺ, ഇത് ട്രാൻസ്പോർട്ട് ആൻഡ് ഫങ്ഷണൽ അയൺ ആണ്. ഓക്കെ, അപ്പൊ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക്
ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സേവിങ്സ് നമ്മൾ വിത്ഡ്രോ ചെയ്യാൻ നോക്കും. അപ്പോൾ അതുമാതിരി തന്നെ ഇപ്പൊ അയണിന്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടായാൽ, കാരണം വെച്ചാൽ അയണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ RBC നമുക്ക് സിന്തസിസ് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അയണിനെ ഉപയോഗിക്കാൻ നോക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന അതിന്റെ സ്റ്റോർഡ് ഫോം ആയിട്ടുള്ള ഫെറിറ്റിൻ ആയിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇനിഷ്യലി നമ്മുടെ ഈ അയൺ സ്റ്റോർസ് ഡിപ്ലീറ്റഡ് ആവാൻ തുടങ്ങും. ഓക്കെ, അപ്പോഴും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, RBC സിന്തസിസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ ആ ലെവലിൽ നോർമൽ ആയിരിക്കും. ചിലപ്പോൾ ചില അതർ അയൺ ഫങ്ഷൻസ് ചിലപ്പോൾ ലോ ആയിട്ട് വരാം. എനിവേ അത് നമുക്ക് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു മൈൽഡ് ഡെഫിഷ്യൻസിയാണ് ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ അയണിന്റെ സ്റ്റോറേജ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു. പിന്നെ വരുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് ഫങ്ഷണൽ അയൺ ആണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഡെഫിഷ്യൻസി സ്റ്റാർട്ട് ചെയ്തു. സോ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി എരിത്രോപോയിസിസ് ആണ്. ഓക്കെ, അപ്പൊ അവിടെയും ഹീമോഗ്ലോബിനെ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കും. ആൻഡ് അടുത്ത സ്റ്റേജിലാണ് പിന്നെ അത് കുറയുമ്പോഴത്തേക്കും നമുക്ക് ദാറ്റ് വിൽ ബി പ്രസന്റിങ് ആസ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വന്ന കാരണം ഫസ്റ്റ് സംഭവിക്കുന്നത് അയൺ സ്റ്റോറേജ് ആണ് ഡിപ്ലീറ്റഡ് ആവുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ. ആദ്യമേ നമുക്ക് ഹീമോഗ്ലോബിൻ ഒന്നും എന്താ പറയാ കുറവായി കിട്ടണം എന്ന് ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ബെസ്റ്റ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഫെറിറ്റിൻ, സെറം ഫെറിറ്റിൻസ് നമ്മൾ നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ. ഓക്കെ, ഈ സാധനത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹെപ്സിഡിൻ. അറിയാമോ? അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പൊ പേരിൽ നിന്ന് നമുക്ക് എന്താ സംതിങ് റിലേറ്റഡ് വിത്ത് ലിവർ ആണെന്ന് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ അത് ലിവറിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു അയൺ റെഗുലേറ്ററി ഹോർമോൺ ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹെപ്സിഡിൻ ഉണ്ടെങ്കിൽ അയൺ അബ്സോർപ്ഷൻ ഇൻഹിബിറ്റഡ് ആവും. ഓക്കെ, അപ്പൊ നോർമലി ഹെപ്സിഡിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ ഹെപ്സിഡിൻ ലെവൽ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കൂടുതലായിരിക്കോ? ഹെപ്സിഡിന്റെ ജോലി എന്താണ്? അയൺ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലേ. അപ്പൊ ഹെപ്സിഡിൻ ലെവൽസ് ലോ ആയിട്ടല്ലേ വരിക അയൺ ഡെഫിഷ്യൻസി അനീമിയയില്. ഓക്കെ, എന്നാലല്ലേ അയണിനെ നമുക്ക് കുറച്ച് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ള ഒരാൾക്ക് പിന്നെയും ഹെപ്സിഡിൻ കൊടുത്തു കഴിഞ്ഞാൽ അയൺ അബ്സോർപ്ഷൻ പിന്നെയും ഇൻഹിബിറ്റഡ് ആവില്ലേ. അപ്പൊ അതുകൊണ്ട് ഹെപ്സിഡിൻ ലെവൽസ് അവിടെ ലോ ആയിരിക്കും. ഓക്കെ, അതൊക്കെ വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെ ഹെപ്സിഡിന്റെ കാര്യമൊക്കെ. അപ്പൊ അതൊരു അയൺ റെഗുലേറ്ററി ഹോർമോൺ ആണ്, which is secreted from liver and it inhibits iron absorption. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കുക. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ ഹെപ്സിഡിൻ ലെവൽസ് ലോ ആണ്. ഓക്കെ, അപ്പൊ അതുപോലെ ഹെപ്സിഡിന്റെ റിലീസിനെ സപ്രസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ, അതുപോലെ ഹൈപ്പോക്സിയ, പിന്നെ അയൺ സ്റ്റോർസ് കുറഞ്ഞിരിക്കുന്ന സ്റ്റേജിൽ. അപ്പൊ ഈ ഇങ്ങനത്തുള്ള സ്റ്റേജിലൊക്കെ നമുക്ക് അയൺ കൂടുതൽ വേണം അല്ലെ. അപ്പൊ അയൺ അബ്സോർപ്ഷനെ കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സോ ഹെപ്സിഡിൻ ലെവൽസ് ലോ ആയിട്ടിരിക്കണം. ഇനി അത് ഹെപ്സിഡിൻ ലെവൽ ഇൻഡ്യൂസ്ഡ് ബൈ സൈറ്റോകൈൻസ് ആൻഡ് ഇൻഫ്ലമേഷൻ. ഓക്കെ, ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഹെപ്സിഡിൻ ലെവൽസ് കൂടുതലായിട്ട് വരും, അയൺ അബ്സോർപ്ഷൻ അത് ഇൻഹിബിറ്റ് ചെയ്യും, that can result in anemia. Okay. ഇനി ഇത് അയൺ അബ്സോർപ്ഷനെ ചില ആൾക്കാർ അയൺ അബ്സോർപ്ഷനെ ഫേവർ ചെയ്യും, ചില ആൾക്കാർ അതിനെ ഡിക്രീസ് ചെയ്യിക്കും. നമ്മൾ സാധാരണ എന്താ പറയുക അയൺ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസിനോടെ അതിനോടൊപ്പം വൈറ്റമിൻ സി കൂടെ കഴിക്കാൻ പറയും അല്ലെ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു നെല്ലിക്ക എല്ലാ ദിവസവും കഴിക്കാൻ പറയും. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? അയണിന്റെ അബ്സോർപ്ഷനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബിക്കോസ് അസ്കോർബിക് ആസിഡ്, സിട്രിക് ആസിഡ് ഇതൊക്കെ അയൺ അബ്സോർപ്ഷനെ കൂട്ടുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു HCl അയൺ അബ്സോർപ്ഷനെ കൂട്ടുന്ന ഫാക്ടറാണ്. HCl അതുപോലെ ഗ്യാസ്ട്രിക് സെക്രേഷൻസ് ഒക്കെ. പിന്നെ അയൺ അബ്സോർപ്ഷനെ കുറയ്ക്കുന്ന ഫാക്ടേഴ്സ് ആണ് ഫൈറ്റേറ്റ്സ്, അതുപോലെ ഫോസ്ഫേറ്റ്സ്, മിൽക്ക്, EDTA, ആന്റാസിഡ്സ്, ആൽക്കലീസ്, പാൻക്രിയാറ്റിക് സെക്രേഷൻസ്. അപ്പൊ ഇതൊക്കെ ഗ്യാസ്ട്രിക് സെക്രേഷൻ അബ്സോർപ്ഷനെ ഇൻക്രീസ് ചെയ്യും, പാൻക്രിയാറ്റിക് സെക്രേഷൻ ഡിക്രീസ്ഡ് അബ്സോർപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കാം.
ഇനി അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ കോസസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. ഒന്നുകിൽ ഒരു ബ്ലഡ് ലോസ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാത്തത് കൊണ്ടിട്ടായിരിക്കാം. അതായത് അയണാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ബ്ലഡിന്റെ കൂടുതൽ ബ്ലഡ് ലോസ് വരുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഡിമാൻഡ് കൂടുന്നത് കൊണ്ടായിട്ടായിരിക്കാം. ഡിമാൻഡ് കൂടുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? pregnancy, ഇപ്പൊ ഇൻഫൻസ്, പ്യൂബർട്ടി, അതുപോലെ പ്രഗ്നൻസി, ലാക്ടേറ്റിംഗ് മദേഴ്സ്, അപ്പൊ ഇവർക്കെല്ലാം ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പറയുന്നത് ബ്ലഡ് ലോസ് ആണ്. അപ്പൊ ബ്ലഡ് ലോസിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞാൽ പല ഏരിയാസിൽ നിന്നും ബ്ലഡ് നഷ്ടപ്പെടാം. അതിൽ GI കോസസ് പറയുകയാണെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കാം, അല്ലെങ്കിൽ അൾസറേഷൻ ആയിരിക്കാം, ദെൻ IBD ആയിരിക്കാം, അല്ലെങ്കിൽ ഡൈവർട്ടിക്കുലൈറ്റിസ്, പോളിപ്, ദെൻ ക്രോണിക് യൂസ് ഓഫ് ആസ്പിരിൻ ആൻഡ് NSAIDs, അതും ഒരു GI ബ്ലഡ് ലോസിന് കാരണമാണ്. പിന്നെ ഉള്ളത് മാലിഗ്നൻസി ആണ്. ഓക്കെ, പിന്നെ എന്താ പറയുക, ഷിസ്റ്റോസോമിയാസിസ് ആൻഡ് ഹുക്ക്വാം ഇൻഫെക്ഷൻ, ദാറ്റ് ഈസ് ദ വേൾഡ് വൈഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് GI ബ്ലഡ് ലോസ് ആണ്. അല്ലെങ്കിൽ മെൻസ്ട്രൽ ബ്ലഡ് ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹീമോടൈസിസോ ഹെമച്യൂറിയോ, അങ്ങനെ ഏത് വിധേന വേണമെങ്കിലും ബ്ലഡ് നഷ്ടപ്പെടാം. പിന്നെയുള്ളത് അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്നതാണ്. അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്നതാണ് ഞാൻ പറഞ്ഞു. ഗ്യാസ്ട്രിക് ആസിഡ് ഈസ് വെരി മച്ച് റിക്വയർഡ് ഫോർ ഓർ ടു കീപ് ദ അയൺ ഇൻ ദ സോലബിൾ ഫെറസ് സ്റ്റേറ്റ്. അപ്പോൾ അതിനെ സഹായിക്കുന്നത് ഗ്യാസ്ട്രിക് ആസിഡ് ആണ്. അപ്പം ഗ്യാസ്ട്രിക് ആസിഡ് കുറയുന്ന സിറ്റുവേഷൻസിൽ നേരത്തെ പറഞ്ഞു ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ആർ ഫേവറിംഗ് ഫോർ അയൺ അബ്സോർപ്ഷൻ അല്ലേ. അപ്പോൾ എക്ലോർഹൈഡ്രിയ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് സർജറി ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് കുറവായിട്ട് വരാം. ഓക്കെ, അതുപോലെ സീലിയക് ഡിസീസ്, അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? അതായത് ഡുവോഡിനത്തിലാണ് ഇതിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് അല്ലേ. അപ്പൊ ഡുവോഡിനത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് മാൽ അബ്സോർപ്ഷൻ ആയിട്ട് വരാം. ഓക്കെ, ഡിമാൻഡ് കൂടുന്ന കണ്ടീഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി അനീമിയയുടെ സിംറ്റംസ് എല്ലാത്തിലും നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത് തന്നെയാണ്. ടയർഡ്നെസ്, വീക്ക്നെസ്, ഫറ്റീഗ്, ഇതൊക്കെ എല്ലാ അനീമിയയുടെ കുട്ടികളിലും നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ, ഓക്കെ, ഇത് MCQ ചോദിക്കാറുള്ളതാണ്. സെറം ഫെറിറ്റിൻ. സെറം ഫെറിറ്റിൻ ഈസ് ദ ബെസ്റ്റ് സിംഗിൾ ടെസ്റ്റ് ടു കൺഫേം അയൺ ഡെഫിഷ്യൻസി. ഓക്കെ, കാരണം അതാണ് നമ്മുടെ അയൺ സ്റ്റോഴ്സിനെ റിഫ്ലക്ട് ചെയ്യുന്നത് ഈ സെറം ഫെറിറ്റിൻ ആണ്. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് സിംഗിൾ ടെസ്റ്റ് ടു കൺഫേം അയൺ ഡെഫിഷ്യൻസി. ഓക്കെ, അപ്പൊ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ ഹൈപ്പോതൈറോയിഡിസം, വൈറ്റമിൻ C ഡെഫിഷ്യൻസി, ഇങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ ഫെറിറ്റിൻ ലെവൽ കുറവായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറൊരു ഫീച്ചറാണ് റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത്. ഓക്കെ, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത്. റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഷർ ഓഫ് അനൈസോസൈറ്റോസിസ്, അല്ലെങ്കിൽ നമ്മുടെ റെഡ് സെൽ സൈസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് അത് മെഷർ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ഈ റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ RDW കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സജസ്റ്റ് എ സ്റ്റേറ്റ് ഓഫ് ഇൻക്രീസ്ഡ് അനൈസോസൈറ്റോസിസ് ആസ് സീൻ ഇൻ അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഓക്കെ, അപ്പൊ ഇത് മിക്കവാറും നമ്മൾ ഈ മൈക്രോസൈറ്റിക് അനീമിയനെ തലാസീമിയ ആൻഡ് അയൺ ഡെഫിഷ്യൻസി അനീമിയ, ഇതിനെ രണ്ടിനും നമ്മൾ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയാണ് പറയുന്നത് അല്ലെ. അയൺ ഡെഫിഷ്യൻസി അനീമിയ ആൻഡ് തലാസീമിയ. അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ RDW ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ദ നോർമൽ RDW ഈസ് ലെസ് ദാൻ 14.5% ആണ്. അപ്പൊ ഇത് നോക്കിയേ, ഇതിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയയിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു RDW വിൽ ബി ഹൈ. ഓക്കെ, ബട്ട് ഇൻ തലാസീമിയ ദർ വിൽ ബി നോർമൽ RDW. ഓക്കെ, ഇപ്പൊ രണ്ടിന്റെ അകത്തും നമ്മൾ ലോ MC മീൻ കോർപ്പസ്കുലർ ബോഡി എന്ന് വെച്ചാൽ രണ്ടിന്റെ അകത്തും നമുക്ക് മൈക്രോസൈറ്റ്സ് കിട്ടും. ബട്ട് ഇൻ അയൺ ഡെഫിഷ്യൻസി അനീമിയ റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിഡ്ത്ത് ഈസ് ഹൈ ആൻഡ് ഇവിടെ നോർമൽ ആയിരിക്കും. തലാസീമിയ ട്രേറ്റിൽ നമുക്ക് നോർമൽ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇനി അതുപോലെ ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി, ഇത് MCQ ചോദിക്കാറുള്ളതാണ്. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കൂടുതലായിരിക്കും. ഹൈ ആയിരിക്കും. കൂടുതലായിരിക്കും. അത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സെറം അയൺ ലെവൽസ് എന്തായാലും കുറവായിരിക്കും, അത് നമുക്കറിയാം. ബട്ട് ഇൻ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്
എന്താ പറയുക, അയൺ കുറവാണ്, സെറം അയൺ കുറവാണ്, ആൻഡ് ദർ വിൽ ബി ഡിക്രീസ്ഡ് ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി. ഓക്കെ, അവിടെ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കുറവായിരിക്കും. അപ്പോൾ അതൊരു ഒന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് പ്ലമ്മർ വിൻസെന്റ് സിൻഡ്രോം അല്ലെങ്കിൽ പാറ്റർസൺ കെല്ലി സിൻഡ്രോം. അപ്പോൾ ഇതും MCക്ക് ചോദിക്കാറുള്ള പാർട്ടാണ്. ഇത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, ലോങ് സ്റ്റാൻഡിങ് അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ നമുക്ക് കിട്ടുന്നതാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്? ഒന്ന് അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഈസോഫേജിയൽ വെബ് ഫോർമേഷൻ, അതുപോലെ നെയിൽ ചേഞ്ചസ് ഉണ്ടാവാം, പിന്നെ ഗ്ലോസൈറ്റിസ്. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസോഫേജിയൽ അല്ലെങ്കിൽ പോസ്റ്റ് ക്രിക്കോയിഡൽ വെബ് ഫോർമേഷൻ, പിന്നെ ഡിസ്പേജിയ ഉണ്ടാവാം, ദെൻ അട്രോഫിക് ഗ്ലോസൈറ്റിസ്, അതുപോലെ നെയിൽ ചേഞ്ചസും ഉണ്ടാവാം. ഓക്കെ, സ്പൂൺ ഷേപ്ഡ് നെയിൽസ് ഒക്കെ നമുക്ക് കിട്ടാം. ദെൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് സ്ക്വാമസ് സെൽ കാർസിനോമ ഓഫ് ഫാരിങ്സ് ആൻഡ് ഈസോഫേഗസ്. ഇതാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. പ്ലമ്മർ വിൻസെന്റ് സിൻഡ്രോം അല്ലെങ്കിൽ പാറ്റർസൺ കെല്ലി സിൻഡ്രോം, അതിൻ്റെ ഫീച്ചേഴ്സ് മാത്രം ഒന്ന് ഓർത്തിരിക്കാം. സോ ഇതും ഓർത്തിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെയാണ് കൂടുതൽ, ഏതൊക്കെയാണ് കുറവ്? അപ്പം ഞാൻ ചോദിക്കാം നിങ്ങളോട്, അയൺ എങ്ങനെയായിരിക്കും സെറം, അയൺ ലെവൽസ് എങ്ങനെയായിരിക്കും അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ? ലോ ആയിരിക്കും. പിന്നെ ഫെറിറ്റിൻ ലെവൽസ് നമ്മൾ പറഞ്ഞു, ഫെറിറ്റിൻ ലെവൽ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി ഓക്കെ. ട്രാൻസ്ഫെറിനോ? ട്രാൻസ്ഫെറിൻ കൂടുതലായിരിക്കും, പക്ഷെ ട്രാൻസ്ഫെറിൻ സാച്ചുറേഷൻ നമുക്ക് കുറവായിരിക്കും. ഓക്കെ, സെറം ട്രാൻസ്ഫെറിൻ ഇൻക്രീസ്ഡ് ആയിരിക്കും, ട്രാൻസ്ഫെറിൻ സാച്ചുറേഷൻ കുറവായിരിക്കും. അതുപോലെ ഹെപ്സിഡിൻ ലെവൽസ് കുറവായിരിക്കും. ഓക്കെ, പിന്നെ MCV, MCH, MCHC ഇതെല്ലാം കുറവായിരിക്കും. കൂടുതലായിട്ട് വരുന്നത് RDW ആണ് കൂടുതലായിട്ട് വരുന്നത്. റെഡ് സെൽ ഡിസ്ട്രിബ്യൂഷൻ വിട്ട് കൂടുതലായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇത്രയാണ് ലാബ് ടെസ്റ്റുകളിൽ വരുന്നത്. അതിന്റെ ട്രീറ്റ്മെന്റ് അറിയാലോ. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയൺ കൊടുക്കാനുള്ള, അയൺ സപ്ലിമെന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഓറലി ഓർ പാരന്റലി നമ്മൾ അയൺ കൊടുക്കുക. പിന്നെ കൂടുതലാവുന്ന കണ്ടീഷൻസിൽ, അത്രയും ഹീമോഗ്ലോബിൻ കുറയുന്ന കണ്ടീഷൻസിൽ നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വരും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഇത് വേണമെങ്കിൽ ചോദിക്കാം, അതായത് ഇപ്പൊ നമ്മളെ ഏർലിയസ്റ്റ് റെസ്പോൺസ് ടു അയൺ തെറാപ്പി എന്താണ്? അതായത് നമ്മളിപ്പോ ഒരു പേഷ്യന്റ് അയൺ തെറാപ്പിയോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അപ്പൊ അത് എവിഡൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ബോൺ മാരോ ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാവും, എറിത്രോയിഡ് ഹൈപ്പർപ്ലേഷ്യ ഓഫ് ബോൺ മാരോ. രണ്ട്, നമുക്ക് ബ്ലഡിൽ നമുക്ക് റെറ്റിക്കുലോസൈറ്റോസിസ് കിട്ടും. നമുക്കറിയാലോ, അതായത് പ്രിമച്യൂർ ആയിട്ടുള്ള RBCs കുറച്ച്, അതിന്റെ കൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും. റെറ്റിക്കുലോസൈറ്റോസിസ് വിച്ച് ബിഗിൻസ് ടു ഇൻക്രീസ് വിത്തിൻ 2 to 3 days. ഓക്കെ, അപ്പോൾ നോർമലി ആദ്യം നമ്മൾ ഈ അയൺ സപ്ലിമെന്റ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ അയൺ സ്റ്റോർ റീപ്ലനിഷ് ചെയ്യാനായിരിക്കും അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 months എങ്കിലും മിനിമം നമ്മൾ എന്താ പറയുക, അയൺ സപ്ലിമെന്റ്സ് കൊടുത്താൽ മാത്രമേ നമുക്കൊരു ഹീമോഗ്ലോബിൻ ലെവലിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് ട്രീറ്റ്മെന്റ് പാർട്ട്. ഇത്രയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്യാമോ? സോ നെക്സ്റ്റ് നമ്മൾ മാക്രോസൈറ്റിക് അനീമിയ ആണ് പറയുന്നത്. ഓക്കെ, മാക്രോസൈറ്റിക് അനീമിയ അല്ലെങ്കിൽ നമ്മൾ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പഠിക്കും അല്ലേ. അപ്പൊ അതിൽ തന്നെ നമുക്ക് മെഗാലോബ്ലാസ്റ്റിക്കും നോൺ മെഗാലോബ്ലാസ്റ്റിക്കും പറയാം. മെഗാലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ DNA സിന്തസിസ് ഫെയിൽഡ് ആകുമ്പോൾ. അതിന്റെ കാരണം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നതിന്റെ പ്രോസസ് എന്തൊക്കെയായിരുന്നു? വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ലെ, B12 അല്ലെങ്കിൽ ഫോളേറ്റ് ഡെഫിഷ്യൻസിയാണ് നമ്മൾ മെയിൻലി പറയുന്നത്. അപ്പോൾ അതിന് ഫലമായിട്ട് എന്ത് സംഭവിക്കും? DNA സിന്തസിസ് ഫെയിൽഡ് ആവും. സോ ദാറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ എസിൻക്രണൈസ്ഡ് മെച്ചുറേഷൻ ഓഫ് RBC ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ബോൺ മാരോ ഒരു മെഗാലോബ്ലാസ്റ്റിക് ബോൺ മാരോ ആയിരിക്കും.
അതായത് RBC പ്രിക്കഴ്സേഴ്സ് ഒക്കെ അബ്നോർമൽ പ്രിക്കഴ്സേഴ്സ് ആയിരിക്കും വരുന്നത്. ലാർജ് ഓവൽ ഷേപ്പ് ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള RBC പ്രിക്കഴ്സേഴ്സ് ആയിരിക്കും വരുന്നത്. പ്ലസ് നമുക്ക് വേറൊരു ഫീച്ചർ ഉണ്ട്, ദാറ്റ് ഈസ് ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽസ്. ഓക്കെ, അത് വേണമെങ്കിൽ MCQ ചോദിക്കാം. ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽസ് ആണ് വേറൊരു ഫീച്ചർ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയുടെ വേറൊരു ഫീച്ചറാണ്. നോർമലി ഇപ്പൊ നമുക്ക് 3-4 ഒക്കെ ലോബ്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 5 ന്യൂക്ലിയർ ലോബ്സ് ഉണ്ടാവും ന്യൂട്രോഫിൽസിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽസ് ഇതൊരു ഫീച്ചറാണ്. കോസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ വാട്ട് ഈസ് ദിസ് നോൺ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ? ഇത് നോൺ മെഗാലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇറ്റ് റിസൾട്ട് ഫ്രം അബ്നോർമൽ കൊളസ്ട്രോൾ മെറ്റബോളിസം. ഓക്കെ, അപ്പോൾ ഇറ്റ് റിസൾട്ട് ഫ്രം റെഡ് സെൽ മെംബ്രെയിൻ അബ്നോർമാലിറ്റി വിത്ത് അബ്നോർമൽ കൊളസ്ട്രോൾ മെറ്റബോളിസം. അപ്പോൾ ഇവിടെയും നമുക്ക് ലാർജ് റൗണ്ട് RBC കിട്ടും. പക്ഷെ ന്യൂട്രോഫിൽസ് എങ്ങനെയായിരിക്കും? നോർമൽ ന്യൂട്രോഫിൽസ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽസ് ആയിരിക്കില്ല, നോർമൽ ന്യൂട്രോഫിൽസ് ആയിരിക്കും. അപ്പൊ അത് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ ലിവർ ഡിസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആൽക്കഹോളിസം, ദെൻ ഹൈപ്പോതൈറോയിഡിസം ഓർ മൈലോഡിസ്പ്ലേഷ്യ. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ കാരണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. Then what are the causes of megaloblastic anemia? അപ്പോൾ നമ്മൾ പറഞ്ഞു B12 ഡെഫിഷ്യൻസി, B9 ഡെഫിഷ്യൻസി, രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം അതിന്റെ കാരണം. അപ്പോൾ B9 ഡെഫിഷ്യൻസി ഓർ ഫോളേറ്റ് ഡെഫിഷ്യൻസി. അപ്പോൾ ഫോളേറ്റ് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയറ്ററി ഡെഫിഷ്യൻസി കാരണമായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാത്തത് കൊണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ മാൽ അബ്സോർപ്ഷൻ സിൻഡ്രോംസ് കൊണ്ടിട്ടായിരിക്കാം, സം ഡ്രഗ്സ് ആന്റിഫോളേറ്റ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ടായിരിക്കാം, or maybe due to increased demand like chronic hemolytic anemia, pregnancy, exfoliative skin disease. അപ്പോൾ അവിടെയൊക്കെ കൂടുതൽ സെൽ ഡിവിഷൻ നടക്കേണ്ട സ്ഥലങ്ങളാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് റിക്വയർമെന്റ് കൂടുതലായിരിക്കും. ഇപ്പൊ ഹീമോളിറ്റിക് അനീമിയയിൽ എന്താണ് ഡിസ്ട്രക്ഷൻ സംഭവിക്കണം, അപ്പൊ കൂടുതൽ ബോൺ മാരോ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്, അവിടെ സെൽ ഡിവിഷൻ കൂടുതലായിട്ട് നടക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ഫോളേറ്റ് കൂടുതലായിട്ട് വേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ എന്താണ് ലോസ്, ദാറ്റ് ഈസ് ഇൻ ഡയാലിസിസ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ വൈറ്റമിൻ B9 ഡെഫിഷ്യൻസി വരാനുള്ള എത്തിയോളജി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഫോളേറ്റ് ഡെഫിഷ്യൻസി? എന്തൊക്കെയാണ് സിംറ്റംസ്? ഈ B12 ആയാലും B9 ആയാലും ഏകദേശം ഒക്കെ സെയിം തന്നെയാണ്. അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം നമ്മൾ ഓർത്താൽ മതി. അപ്പോൾ ഇറ്റ് ക്യാൻ ബി പ്രസന്റ് ആസ് ഗ്ലോസൈറ്റിസ്, സ്റ്റൊമറ്റൈറ്റിസ്, ഓറൽ അൾസേഴ്സ്. ഓക്കെ, ഇതൊക്കെ ഉണ്ടാവാം. പ്ലസ് ന്യൂറോസൈക്കാട്രിക് ഫീച്ചേഴ്സ്. ന്യൂറോസൈക്കാട്രിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡിപ്രഷൻ, ഇറിറ്റബിലിറ്റി, ഇൻസോംനിയ, ഫറ്റീഗ്, സൈക്കോസിസ്, ഇതൊക്കെയാണ് ന്യൂറോസൈക്കാട്രിക് സിംറ്റംസ്. പിന്നെ അടുത്ത ഹോമോസിസ്റ്റിൻ ലെവൽ അത് അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പറയാം. ഇനി B12 ഡെഫിഷ്യൻസി ആണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ ഡയറ്ററി ഡെഫിഷ്യൻസി. B12 ഡെഫിഷ്യൻസി വരാനായിട്ട് നമുക്ക് എന്തിനാണ് നമ്മൾ ഈ പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്? പെർനീഷ്യസ് അനീമിയ എന്തായിരുന്നു? ഇൻട്രിൻസിക് ഫാക്ടർ ഡെഫിഷ്യൻസി. അതായത് വൈറ്റമിൻ B12 നമ്മളൊരു എക്സ്ട്രിൻസിക് ഫാക്ടർ ഓഫ് കാസിൽ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഇൻട്രിൻസിക് ഫാക്ടർ ഓഫ് കാസിൽ വേണം അല്ലെ. അപ്പൊ അത് നമ്മുടെ ഗ്യാസ്ട്രിക് സെക്രീഷനിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഡെഫിഷ്യൻസിനെയാണ് നമ്മൾ പെർനീഷ്യസ് അനീമിയ അല്ലെങ്കിൽ ആഡിസോണിയൻ അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞാൽ മാൽ അബ്സോർപ്ഷൻ കാരണമായിരിക്കും. വൈറ്റമിൻ B12 എവിടെ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്? ഇലിയം. ഓക്കെ, അതിന് മാൽ അബ്സോർപ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഡയറ്റ്. ഓക്കെ, വെജിറ്റേറിയൻ ഡയറ്റ് വെജിറ്റേറിയൻ, കാരണം B12 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് അതിന്റെ സോഴ്സ് പറയുന്നത് ആനിമൽ ഫുഡാണ് അതിന്റെ സോഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പം പ്യുവർ വെജ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് B12 ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഗ്യാസ്ട്രക്ടമി, H പൈലോറി ഇൻഫെക്ഷൻ. അപ്പൊ ഇതിലൊക്കെ നമുക്ക് B12 ഡെഫിഷ്യൻസി ഉണ്ടാവാം. പിന്നെ B12 ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ഒരു കോസാണ് ഫിഷ് ടേപ്വർം ഇൻഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഡൈഫില്ലോബോത്രം ലാക്ടം ഇൻഫെസ്റ്റേഷൻ. ദെൻ പാൻക്രിയാറ്റിക് ഇൻസഫിഷ്യൻസി. ഓക്കെ, അവിടെയും നമുക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാവാം. ദെൻ സർജിക്കൽ ഇലിയൽ റിസെക്ഷൻ, ക്രോൺസ് ഡിസീസ്, ട്രാൻസ്കൊബാളമിൻ 2 ഡെഫിഷ്യൻസി. അതായത് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ വൈറ്റമിൻ B12 ഈസ് കോൾഡ് സൈനോകൊബാളമിൻ അല്ലെ. അപ്പൊ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഈ ട്രാൻസ്കൊബാളമിൻ 2 എന്ന് പറയുന്നത്. സെൽസിലേക്ക് കൊണ്ടുപോകുന്ന പ്രോട്ടീനാണ്. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായാലും നമുക്ക് B12 ഡെഫിഷ്യൻസി ഉണ്ടാകാം. സോ ദീസ് ആർ ദ കോസസ് ബിഹൈൻഡ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. അപ്പോൾ അതിൽ ഇൻട്രിൻസിക് ഫാക്ടറിന്റെ ഡിക്രീസ് കാരണമാണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് പെർനീഷ്യസ് അനീമിയ ഓർ അഡിസോണിയൻ അനീമിയ. ഓക്കെ,
അപ്പൊ അതിന്റെയും സിംറ്റംസ് എന്താണ്? അവിടെയും ഗ്ലോസൈറ്റിസ് ഉണ്ട്. അതിലൊരു അഡീഷണൽ ഫീച്ചർ പറയുന്നത് ബീഫി റെഡ് ടങ്. ഓക്കെ, ബീഫി റെഡ് ടങ്, പിന്നെ ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ്, ഓറൽ അൾസേഴ്സ് ഒക്കെ ഉണ്ട്. പ്ലസ് സബ്-അക്യൂട്ട് കമ്പൈൻഡ് ഡീജനറേഷൻ ഓഫ് സ്പൈനൽ കോഡ്. ഓക്കെ, അപ്പൊ അത് വരുന്നത് സബ്-അക്യൂട്ട് കമ്പൈൻഡ് ഡീജനറേഷൻ ഓഫ് സ്പൈനൽ കോഡ് വരുന്നത് നമുക്ക് B12 ഡെഫിഷ്യൻസിയിലാണ്. പിന്നെ നമ്മൾ അവിടെ രണ്ട് സാധനങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഹോമോസിസ്റ്റിൻ ലെവലും അതുപോലെ മീഥൈൽ മെലോണിക് ആസിഡും. ഈ ഫോളേറ്റ് നമുക്ക് എന്തിന് ഒരു പർട്ടിക്കുലർ മെറ്റബോളിസത്തിന് ഈ ഫോളേറ്റ് അത്യാവശ്യമാണ്. അത് എന്ത് മെറ്റബോളിസമാണ്? ഫോളിക് ആസിഡ്, B9. അറിയാമോ? നിയാസിൻ. നിയാസിൻ 1 കാർബൺ മെറ്റബോളിസം എന്നാണ് പറയുന്നത്. ഓക്കെ, 1 കാർബൺ മെറ്റബോളിസത്തിനാണ് നമുക്ക് ഈ ഫോളേറ്റ് അത്യാവശ്യമായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, B9ഉം B12ഉം സെൽ ഡിവിഷനെ സഹായിക്കുന്ന ഫാക്ടേഴ്സാണ്. സെൽ ഡിവിഷനെ സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് ഒക്കെ ഫോം ചെയ്യുന്നത് ഇതിന്റെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഹോമോസിസ്റ്റിൻ, മീഥൈൽ മെലോണിക് ഒക്കെ അതുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന റിയാക്ഷൻസ് ആണ്. ഇത് നോക്കിയേ, ഇതിൽ ഹോമോസിസ്റ്റിൻ മെത്തിയോണിൻ ആയിട്ട് മാറുന്ന സമയത്ത് ടെട്രാഹൈഡ്രോഫോളേറ്റ്, അതായത് ടെട്രാഹൈഡ്രോഫോളേറ്റ് തന്നെ നമ്മുടെ ഫോളിക് ആസിഡ് ആണ്. ടെട്രാഹൈഡ്രോഫോളേറ്റ് മീഥൈൽ ടെട്രാഹൈഡ്രോഫോളേറ്റ് ആവുന്ന സമയത്ത് ഹോമോസിസ്റ്റിൻ മെത്തിയോണിൻ ആയിട്ട് മാറുന്നു. അപ്പൊ അവിടെ നമുക്ക് ഈ പറയുന്ന പ്രൊസീജിയറിന് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? B12ഉം ആവശ്യമുണ്ട്, B9ഉം ആവശ്യമുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, ഇവിടെ നമുക്ക് B9ഉം ആവശ്യമുണ്ട്, B12ഉം ആവശ്യമുണ്ട് ഈ ഒരു പ്രൊസീജിയറിന്. ഓക്കെ, then B12 is required for the conversion of methyl malonyl CoA to succinyl CoA. ഓക്കെ, മീഥൈൽ മെലോണിൽ CoA സക്സിനൈൽ CoA ആവാനായിട്ട് നമുക്ക് B12 ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് B9 ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോമോസിസ്റ്റിൻ ലെവൽ എങ്ങനെയായിരിക്കും? ഈ കൺവേർഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. സോ ഹോമോസിസ്റ്റിൻ ലെവൽസ് കൂടുതലായിരിക്കും. ബട്ട് മീഥൈൽ മെലോണിൽ CoAയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോ മീഥൈൽ മെലോണിക് ആസിഡ് നോർമൽ ആയിട്ടിരിക്കും B9 ഡെഫിഷ്യൻസിയിൽ. ഇനി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട, ഞാൻ പിന്നെ ജസ്റ്റ് ഇതിൽ പോയിന്റ് ഉള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ B12 ഡെഫിഷ്യൻസിയിലാണെങ്കിൽ B12 ഈ രണ്ടിൻ്റെ അകത്തും B12 ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് B12 ഡെഫിഷ്യൻസി ഉണ്ടായി കഴിഞ്ഞാൽ ഹോമോസിസ്റ്റിൻ ലെവലും കൂടും, മീഥൈൽ മെലോണിക് ആസിഡ് ലെവൽസും എലിവേറ്റ് ചെയ്യും. ഈ ഹോമോസിസ്റ്റിൻ ലെവൽ കൂടിയാൽ എന്താ പ്രശ്നം വരിക? ഹോമോസിസ്റ്റിന്യൂറിയ ഉണ്ടാവും. ഹാർട്ടിന് നമുക്ക് അഫക്ഷൻ ഉണ്ട് അല്ലെ, MI ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഹോമോസിസ്റ്റിൻ ലെവൽസ് കൂടി കഴിഞ്ഞാൽ. ഇനി അത് നോക്കി, അതുപോലെ ഫോളേറ്റ് ഡെഫിഷ്യൻസി ആണെങ്കിൽ ഇറ്റ് വിൽ ബി മാനിഫെസ്റ്റിംഗ് വിത്തിൻ വീക്ക് ടു മന്ത്സ്. ഓക്കെ, ചില ആഴ്ചകളോ മാസങ്ങളോ കൊണ്ട് നമുക്ക് ഫോളേറ്റ് ഡെഫിഷ്യൻസി നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം വരുന്ന അനീമിയ വിൽ ടേക്ക് സെവറൽ ഇയേഴ്സ് ടു ഡെവലപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ B12 ഈസ് സ്റ്റോർഡ് ഇൻ ലിവർ. ഓക്കെ, ലിവറിൽ അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും. ഫോളേറ്റ് ഡെഫിഷ്യൻസി ആണെങ്കിൽ വിത്തിൻ വീക്സ് ടു മന്ത് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഒരു MCQ പോയിന്റ് ആണ് ഷില്ലിംഗ് ടെസ്റ്റ്. ഓക്കെ, ഷില്ലിംഗ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ കോസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ഷില്ലിംഗ്സ് ടെസ്റ്റ്. ഒരുപാട് MCQയിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഇനി ചോദിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഷില്ലിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ B12 ഡെഫിഷ്യൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടെസ്റ്റാണ്. ഓക്കെ, സോ വാട്ട് ആർ ദ ഫൈൻഡിങ്സ് ഇൻ മാക്രോസൈറ്റിക് അനീമിയ? മാക്രോസൈറ്റിക് അനീമിയയിൽ വരുന്ന ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒന്ന്, സൈറ്റ്സ് വളരെ കൂടുതലായിരിക്കും അല്ലെ, മാക്രോസൈറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. MCV വിൽ ബി ഗ്രേറ്റർ ദാൻ 100 ഫെംറ്റോലിറ്റർ. ഓക്കെ, ഇവിടെ ഇതൊരു നോർമൽ ബ്ലഡ് സെല്ലും ഇത് മെഗലോബ്ലാസ്റ്റിക് സെൽസും ആണ്. ഇവിടെ കണ്ടോ, ഹൈപ്പർ സെഗ്മെന്റഡ് ആയിട്ടുള്ള ന്യൂട്രോഫിൽസ് നമുക്ക് കിട്ടും. അതുപോലെ ബോൺ മാരോ വിൽ ബി ഹൈപ്പർ സെല്ലുലാർ. ഓക്കെ, then increased serum LDH level. ഓക്കെ, LDH ലെവൽ ഇൻക്രീസ്ഡ് ആയിരിക്കും. പിന്നെ RBCക്കകത്ത് വരുന്ന ഒരു ടൈപ്പ് എൻസൈം ആണ് LDH, ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇൻക്രീസ്ഡ് സെറം LDH
പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ചോദിക്കാം MCQ. ക്യാബറ്റ് റിങ്, ഹവൽ ജോളി ബോഡീസ്, ബേസോഫിലിക് സ്റ്റിപ്ലി. ഇതൊക്കെ ഇവിടെ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, RBC മെച്ചുറേഷനാണ് പ്രോബ്ലം വരുന്നത്. അപ്പം മെച്യൂർ ചെയ്യുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ പോകണം, എന്തൊക്കെ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, അപ്പോൾ അതിലൊക്കെ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ ന്യൂക്ലിയസിൻ്റെ റെമനൻസ് കാണാം, ചിലപ്പോൾ അതിനകത്ത് RNA കാണാം, ഓക്കെ സോറി റൈബോസോംസ് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ചില ഇൻക്ലൂഷൻ ബോഡീസ് അതിൻ്റെ അകത്തേക്ക് കയറി പറ്റാം. അപ്പോൾ അങ്ങനെ വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഈ ക്യാബറ്റ് റിംഗ് എന്നും ഹവൽ ജോളി ബോഡീസ് എന്നും ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് MCQയിൽ ചോദിക്കുന്നത് ഇപ്പോൾ ഹവൽ ജോളി ബോഡീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഏത് ഡിസീസുമായിട്ട് അല്ലെങ്കിൽ ഏത് അനീമിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഹവൽ ജോളി ബോഡീസ്. ഓക്കെ, അപ്പൊ ഇതാണ് ക്യാബറ്റ് റിംഗ് എന്ന് പറയുന്നത്. ക്യാബറ്റ് റിംഗ്, ഓക്കെ, ഇറ്റ് ഇസ് എ ഫിഗർ ഓഫ്, അത് ഒന്നെങ്കിൽ ഒരു ലൂപ്പ് ഇങ്ങനെ ഫിഗർ ഓഫ് 8 തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വട്ടമായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ് ഫ്രം മൈറ്റോട്ടിക് സ്പിൻഡിൽസ്. ഓക്കെ, അപ്പൊ അതിന്റെ റെമനൻസ് ആണ് ഈ ക്യാബറ്റ് റിംഗ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് അപ്പൊ അത് ഇൻഎഫക്റ്റീവ് ആയിട്ട് എറിത്രോപോയ്സിസ് നടക്കുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് വേണമെങ്കിൽ കിട്ടും, ലൈക്ക് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, ലെഡ് പോയ്സണിങ്, ഹീമോളിറ്റിക് അനീമിയ. അപ്പൊ അവിടെ എല്ലാം എറിത്രോപോയ്സിസ് ഇൻഎഫക്റ്റീവ് ആണ്. സോ അവിടെ എല്ലാം നമുക്ക് വേണമെങ്കിൽ ക്യാബറ്റ് റിംഗ് കിട്ടാം. പിന്നെ ഹവൽ ജോളി ബോഡീസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ റെമനൻസ് ആണ്. ഓക്കെ, RBCക്കകത്ത് വരുന്ന ന്യൂക്ലിയർ റെമനൻസ്. ഇപ്പൊ ഇവിടെ കണ്ടോ, ചില RBCക്കകത്ത് ന്യൂക്ലിയസിന്റെ അവശേഷിപ്പുകൾ കാണാം. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഹവൽ ജോളി ബോഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് മാക്രോസൈറ്റിക് അനീമിയ. നെക്സ്റ്റ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്. അപ്പൊ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ അനീമിയ നമ്മൾ നേരത്തെ ഇത് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയയുടെ കൂട്ടത്തിലാണ് പറഞ്ഞത്. അതായത് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ ഉണ്ടാവാം, ബട്ട് ടിപ്പിക്കലി ഇറ്റ് ഈസ് നോമോസൈറ്റിക് നോമോക്രോമിക് അനീമിയ. ഓക്കെ, ടിപ്പിക്കലി നോമോസൈറ്റിക് നോമോക്രോമിക് അനീമിയ ആണ്, പക്ഷേ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയയും കാണാം. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ സ്റ്റോർസിനൊന്നും പ്രശ്നം സംഭവിക്കുന്നില്ല. ഇവിടെ ഇംപയർഡ് അയൺ യൂട്ടിലൈസേഷൻ ആണ്, അതായത് അയൺ പ്രോപ്പറായിട്ട് സെൽസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഡിക്രീസ്ഡ് ട്രാൻസ്ഫർ ഓഫ് അയൺ ഫ്രം ദി സ്റ്റോറേജ് പൂൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് പൂളിന് നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാൽ പോലും അയണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട്. സോ സെറം അയൺ വിൽ ബി ഡിക്രീസ്ഡ് ഈവൻ ദോ ദർ ഇസ് ഇനഫ് സ്റ്റോറേജ് ഓഫ് അയൺ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഫെറിറ്റിൻ ലെവൽസ് ഇവിടെ കൂടുതലായിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് സെറം ഫെറിറ്റിൻ. അപ്പൊ ഇവിടുത്തെ ബോൺ മാരോയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി ഹൈപ്പോ പ്രൊലിഫറേറ്റീവ് മാരോ. ഓക്കെ, പിന്നെ ഹെപ്സിഡിൻ ലെവൽസ്. ഹെപ്സിഡിൻ ലെവൽ ഇവിടെ എങ്ങനെയായിരിക്കും, ഹൈ ആയിരിക്കും. നമ്മുടെ അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഹെപ്സിഡിൻ ലെവല് അയൺ അബ്സോർപ്ഷനെ ഒന്നും ഇത് ബാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഹെപ്സിഡിൻ ലെവൽസ് ഇവിടെ ഹൈ ആയിരിക്കും. പിന്നെ ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കുറവായിരിക്കും, ട്രാൻസ്ഫറിങ് ലെവൽസ് കുറവായിരിക്കും. ഈ ഫീച്ചർ എല്ലാം അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അതാണ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. ഇൻക്രീസ്ഡ് സെറം ഫെറിറ്റിൻ ലെവൽസ് മറന്നു വരുന്നത് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിൽ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അനീമിയാണ് ഇത്, ഹീമോളിറ്റിക് അനീമിയ. ഓക്കെ, ഹീമോലൈസിസ് ആൻഡ് ഹീമോളിറ്റിക് അനീമിയ. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ദാറ്റ് ഈസ് ഡ്യൂ ടു ഹീമോലൈസിസ് അല്ലേ, അതായത് ഇൻക്രീസ്ഡ് RBC ഡിസ്ട്രക്ഷൻ. നമ്മൾ നേരത്തെ ആ ടേബിളിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, ദാറ്റ് ക്യാൻ ബി ഡ്യൂ ടു സെവറൽ കോസസ് ലൈക്ക് ഇൻട്രിൻസിക് കോസസ് ആസ് വെൽ ആസ് എക്സ്ട്രിൻസിക് കോസസ്. അപ്പോൾ എന്ത് തന്നെ ആയാലും RBC കൂടുതലും ഡിസ്ട്രക്റ്റഡ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന അനീമിയാണ് ഹീമോളിറ്റിക് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമൊക്കെ നമുക്ക് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ ബോൺ മാരോ എങ്ങനെയെങ്കിലുമൊക്കെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇൻക്രീസ്ഡ് കോമ്പൻസേറ്ററി എറിത്രോപോയസിസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ റെറ്റിക്കുലോസൈറ്റ്സിന്റെ നമ്പറൊക്കെ ഇവിടെ കൂടുതലായിട്ട് വരും. ബോൺ മാരോയ്ക്ക് ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാവും. ഓക്കെ, കാരണം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം, കൂടുതൽ RBC നശിക്കുകയാണെന്ന് ഡിറ്റക്ട് ചെയ്യും. സോ ബോൺ മാരോ ഹൈപ്പർ സെല്ലുലാറായി കൂടുതൽ ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാവും ബോൺ മാരോയ്ക്ക്. ഓക്കെ, അതുപോലെ ഇവിടെയും സെറം LDH ലെവൽ വിൽ ബി ഇൻക്രീസ്. കൂടുതൽ RBC ഡിസ്ട്രക്റ്റഡ് ആയിട്ട് പോകുമല്ലേ, സോ LDH ലെവൽ വിൽ ബി ഇൻക്രീസ്ഡ് ഹിയർ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ് ഈ എന്താ പറയുക, ഹീമോഗ്ലോബിൻ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ വാസ്കുലർ ആയിട്ടോ ഇൻട്രോവാസ്കുലർ ആയിട്ടോ വരാം. പിന്നെ ഇൻട്രാ കോർപ്പസ്കുലർ ആൻഡ് എക്സ്ട്രാ കോർപ്പസ്കുലർ ഇഫക്റ്റ്,
ഇൻട്രാവാസ്കുലർ എക്സ്ട്രാ വാസ്കുലർ എന്ന് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് വെസൽസിന്റെ അകത്തും വെസൽസിന് പുറത്തും നടക്കുന്നതിനെയാണ്. ഓക്കെ, പിന്നെ അതായത് നോർമലി സ്പ്ലീനിന്റെ അകത്ത് വെച്ചിട്ടാണ് ഹീമോളൈസിസ് നടക്കേണ്ടത്. ഇപ്പോൾ സ്പ്ലീനിന്റെ അകത്ത് നടക്കാതെ പുറത്ത് നടക്കുമ്പോൾ അത് പ്രശ്നമാണ്. പിന്നെ ഇൻട്രാ കോർപ്പസിക്കുലർ എഫക്റ്റ് ആൻഡ് എക്സ്ട്രാ കോർപ്പസിക്കുലർ ഡിഫക്റ്റ്, അത് കാരണം അനീമിയ ഉണ്ടാവാം. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ഹെറിഡിറ്ററി ആസ് വെൽ ആസ് അക്വയർഡ് കോസസ്. ഓക്കെ, ചിലത് ഹെറിഡിറ്ററി കാരണങ്ങൾ കൊണ്ട് ഹീമോളൈസിസ് ഉണ്ടാവും, ചിലപ്പോൾ അത് അക്വയർഡ് റീസൺസ് ആയിരിക്കാം. നമ്മളിപ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ ഒരു അക്വയർഡ് ഫിനോമിനൻ ആണ്. പിന്നെ അക്യൂട്ട് ആൻഡ് ക്രോണിക് ഹീമോളിറ്റിക് അനീമിയ. ഓക്കെ, അപ്പോൾ ഇൻട്രാവാസ്കുലർ ആൻഡ് എക്സ്ട്രാ വാസ്കുലർ ഹീമോളൈസിസ്. അപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എക്സ്ട്രാ വാസ്കുലർ ഹീമോളൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBCs ആർ ഡീഗ്രേഡ് വിത്തിൻ ദ സെൽസ് ഓഫ് റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ സ്പ്ലീനിലാണ് നോർമലി നടക്കുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ RBCs ഇപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഡിസ്ട്രക്റ്റഡ് ആവുകയാണെന്ന് ഇരിക്കട്ടെ, അതിനെയാണ് നമ്മൾ എക്സ്ട്രാ വാസ്കുലർ ഹീമോളൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, സ്പ്ലീനിൻ്റെ സൈസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, സ്പ്ലീനോ മെഗാലി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നോർമൽ പ്രൊസീജിയർ ആണ്, പക്ഷെ അത് കൂടുതൽ ഡിസ്ട്രക്റ്റഡ് ആവുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്, RBC ഡിസ്ട്രക്റ്റഡ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഹീമോഗ്ലോബിൻ റിലീസ് ആവും. അപ്പോൾ ഹീമും ഗ്ലോബിനും ആയിട്ട് മാറും. ഗ്ലോബിൻ പിന്നെ നമ്മുടെ പ്രോട്ടീൻ പൂളിലേക്ക് തിരിച്ചു പോവും. ഹീമിന് എന്താ സംഭവിക്കുന്നത്, ഹീമില് അയണും അതുപോലെ അയൺ സ്റ്റോർസിലേക്ക് പോവാം. പിന്നെ നമുക്ക് വരുന്നത് ബിലിറുബിൻ ആണ്, അല്ലേ? അതൊക്കെ അറിയാമല്ലോ, ഹീമിന്റെ മെറ്റബോളിസം ഒക്കെ അറിയുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബിലിറുബിൻ ഉണ്ടാവും, അല്ലെ? ബിലിറുബിൻ ഉണ്ടാവും. അപ്പൊ എന്താ ഇവിടുത്തെ ബിലിറുബിന്റെ പ്രത്യേകത എന്തായിരിക്കും, കോൺജുഗേറ്റഡ് ഓർ അൺകോൺജുഗേറ്റഡ് ബിലിറുബിനീമിയ? അൺകോൺജുഗേറ്റഡ് ബിലിറുബിനീമിയ. അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നോർമലി കോൺജുഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലുണ്ട്. ഇവിടെ കൂടുതൽ ഹീമോളൈസിസ് നടക്കുമ്പോൾ നമുക്ക് അത്രയും ബിലിറുബിനെ കോൺജുഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അൺകോൺജുഗേറ്റഡ് ബിലിറുബിന്റെ അളവ് ഇവിടെ കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അത് എങ്ങോട്ടേക്കാണ് റിലീസ് ആവുക, യൂറിനിൽ കൂടെ ആണെങ്കിൽ യൂറോബിലിനോജനും അതുപോലെ സ്റ്റൂളിൽ കൂടെ ആണെങ്കിൽ സ്റ്റെർക്കോബിലിനോജനും ആയിരിക്കും. അപ്പൊ അത് രണ്ടും കൂടുതലായിരിക്കും, അല്ലെ? യൂറിനറി യൂറോബിലിനോജൻ കൂടുതലായിട്ട് വരും, സ്റ്റെർക്കോബിലിനോജൻ ഫീസസിൽ കൂടെയും കൂടുതലായിട്ട് വരും. അപ്പൊ അതാണ് എക്സ്ട്രാ വാസ്കുലർ ഹീമോളൈസിസിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിന്റെ അകത്തല്ല നടക്കുന്നത്. ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻട്രാവാസ്കുലർലി വിത്തിൻ ദ പ്ലാസ്മ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, there will be free hemoglobin in the plasma. അതായത് നേരത്തെ പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ ബിലിറുബിൻ ആയിട്ടൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്ത് അങ്ങനെയൊന്നും പോകുന്നില്ല, അത് പ്ലാസ്മയ്ക്കകത്ത് ഫ്രീ ഹീമോഗ്ലോബിൻ ആയിട്ട് കാണപ്പെടും. ഓക്കെ, അപ്പൊ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ് നടക്കുമ്പോൾ നമ്മുടെ ബ്ലഡിന്റെ അകത്ത് ഫ്രീ ഹീമോഗ്ലോബിൻ വരികയാണ്. അപ്പൊ ആ ഹീമോഗ്ലോബിനെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, അല്ലെ? അപ്പോൾ അതുകൊണ്ട് ഈ ഹീമോഗ്ലോബിൻ ആരുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഹാപ്റ്റോഗ്ലോബിൻസ് ആയിട്ട് കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ മെത്തിമോഗ്ലോബിൻ ആയിട്ട് കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഹിമോസിഡറിൻ. ഓക്കെ, ഹിമോസിഡറിൻ പാത്വേ എന്ന് പറഞ്ഞ് വേറൊരു പാത്വേ ഉണ്ട്. അപ്പൊ അതിൽ ഹാപ്റ്റോഗ്ലോബിന്റെ കാര്യം ഓർത്തിരിക്കുക, അത് MCQ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഫ്രീ ഹീമോഗ്ലോബിൻ വരുമ്പോൾ ആ ഹീമോഗ്ലോബിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് വിൽ ബി കമ്പൈനിങ് വിത്ത് ഹാപ്റ്റോഗ്ലോബിൻ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഹീമോഗ്ലോബിൻ ഹാപ്റ്റോഗ്ലോബിൻ കോംപ്ലക്സ് ഫോം ചെയ്യും. ആൻഡ് അങ്ങനെയുള്ള കോംപ്ലക്സിനെ ലിവറിന് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അതൊരു നോർമൽ പ്രോസസ് ആണ്. ഓക്കെ, അപ്പം കൂടുതൽ വരുമ്പോഴാണ് ഈ പ്രശ്നം പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, കൂടുതൽ വരുമ്പോൾ അത്രയും ഹാപ്റ്റോഗ്ലോബിൻ നമുക്ക് വേണം, അല്ലെ? അപ്പോൾ ഹാപ്റ്റോഗ്ലോബിൻ പതിയെ ഡിക്രീസ് ഉണ്ടാവും. അപ്പോൾ പ്ലാസ്മ ഹാപ്റ്റോഗ്ലോബിൻ ലെവൽ വിൽ ബി ഡിക്രീസ്ഡ് ഇൻ ഇൻട്രാവാസ്കുലർ ഹീമോളൈസിസ്. ഓക്കെ, പിന്നെ ഉള്ളത് റിമൈനിങ് ഹീമോഗ്ലോബിൻ ഈസ് ഓക്സിഡൈസ് ടു മെത്തിമോഗ്ലോബിൻ. അപ്പോൾ മെത്തിമോഗ്ലോബിനായിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, മെത്തിമോഗ്ലോബിൻ ഇൻക്രീസ്ഡ് ആവും, മെത്തിമോഗ്ലോബിനൂറി ആയിട്ടായിരിക്കും അത് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് റിമൈനിങ് ഫ്രീ ഹീമോഗ്ലോബിൻ ഈസ് എക്സ്ക്രീറ്റഡ് ഫ്രം ദ കിഡ്നി കൂടെ എക്സ്ക്രീറ്റ് ചെയ്യും, ഐദർ ആസ് ഫ്രീ ഹീമോഗ്ലോബിൻ ഓർ ഹീമോസിഡറിൻ. ഓക്കെ, അപ്പൊ അത് ഹീമോഗ്ലോബിനൂറി ആയിട്ടോ അല്ലെങ്കിൽ ഹീമോസിഡറിനൂറി ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കിഡ്നിക്ക് ഫ്രീ ഹീമോഗ്ലോബിൻ ആയിട്ട് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കിഡ്നിക്ക് തകരാറുണ്ടാക്കും കൂടുതൽ ലെവലിലേക്ക് പോകുമ്പോൾ. അപ്പൊ അതാണ് അതിന്റെ ഫീച്ചർ. ഇനി നമ്മുടെ ഹീമോളിറ്റിക് അനീമിയയുടെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ രണ്ട് കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കും ഹീമോളിറ്റിക് അനീമിയയിൽ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്ന്, RBCs കൂടുതൽ ബ്രേക്ക് ഡൗൺ ആവുന്നതുകൊണ്ടുള്ള സിംറ്റംസ്. രണ്ട്, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് സെൽ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരും, അല്ലെ? അപ്പൊ അത് കൊണ്ടിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ,
അപ്പൊ RBC കൂടുതലും ഡിസ്ട്രക്റ്റഡ് ആവുന്നതുകൊണ്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവാം? ഒന്ന് അനീമിയ ഉണ്ടാവാം, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിലിറുബിനീമിയ, ജോണ്ടിസ് ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യാം. പിന്നെ എക്സസ് ആയിട്ട് വരുന്ന ഹീമോഗ്ലോബിൻ യൂറിൻ്റെ കൂടെയൊക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് ഹീമോഗ്ലോബിനൂറി ആയിട്ട് പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞാൽ മെത്തിമോഗ്ലോബിനീമിയ ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഹാപ്റ്റോഗ്ലോബിന്റെ ലെവൽസിന് എന്ത് പറ്റും? കൂടുതലാവോ കുറവായിരിക്കും? ഹാപ്റ്റോഗ്ലോബിൻ ലെവൽ കുറയും. LDH എന്ത് സംഭവിക്കും? പ്ലാസ്മ LDH എന്ത് പറ്റും? ഇൻക്രീസ് കൂടുതലായിരിക്കും. കൂടുതൽ RBC ഡിസ്ട്രക്റ്റഡ് ആയാലും അത് കൂടുതൽ എൻസൈംസ് റിലീസ് ചെയ്തിട്ട് LDH കൂടുതലായിരിക്കും. ഇനി അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് സെൽ പ്രൊഡക്ഷൻ കൂടും അല്ലേ? അപ്പോൾ റെഡ് സെൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിൽ എന്ത് സംഭവിക്കും? കൂടുതലായിരിക്കും കുറവായിരിക്കും? കൂടും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ സമയമില്ല അല്ലേ, നമുക്ക് കൂടുതൽ RBC വേണം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇമ്മച്യൂർ ആയിട്ടുള്ള സെൽസ് പെരിഫറൽ ബ്ലഡിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി വരും. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ അബ്നോർമൽ ആയിട്ടുള്ള റെഡ് സെൽസ് കിട്ടും. അബ്നോർമൽ ആയിട്ട് വരുന്ന റെഡ് സെൽസ് ആണ് ഈ പറഞ്ഞത് ഷിസ്റ്റോസൈറ്റ്സ്, സ്പീറോസൈറ്റ്സ്. ഇതൊക്കെ അബ്നോർമൽ റെഡ് സെൽസ് ആണ്. നോർമൽ റെഡ് സെൽസ് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയം അവിടെ ഇല്ല, അതാണ് പ്രശ്നം. പിന്നെ ഇവിടെ MCV ലെവൽ കൂടുതലായിരിക്കാം, MCH ലെവൽ കൂടുതലായിരിക്കാം, പിന്നെ എറിത്രോയിഡ് ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാവാം. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. പിന്നെ ഇവിടുത്തെ ബോൺസിന്റെ എക്സ്റേക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇത് നടക്കുന്നത് ബോൺ മാരോയ്ക്കകത്താണ് അല്ലേ? അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഫീച്ചർ നമ്മുടെ ബോണിലും കിട്ടും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? സബ്സിക്വന്റ് ആയിട്ട് ബോൺ മാരോ ഹൈപ്പർപ്ലേഷ്യ ഉണ്ടാവുന്നതുകൊണ്ട് നാരോ സ്പേസ് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ട്യൂബുലാർ ബോൺസിൽ അതുപോലെ സ്കള്ളിൽ ഒക്കെ എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? അതങ്ങനെ നമുക്ക് സ്കള്ളിന്റെ ഒക്കെ ബോസിംഗ് ഉണ്ടാവും. ഓക്കെ, ബോസിംഗ് ഓഫ് സ്കള്ള്. അതുപോലെ വരുന്നൊരു ഫീച്ചറാണ് ഹെയർ ഓൺ എൻഡ് അപ്പിയറൻസ്. അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഏത് ഹെയർ ഓൺ എൻഡ് അപ്പിയറൻസ് ഇൻ എക്സ്റേ ഏത് കണ്ടീഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്? ഓക്കെ, അപ്പൊ അത് ഹീമോളിറ്റിക് അനീമിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സോ നെക്സ്റ്റ് തലാസീമിയാണ്. ടൈം ആയെന്ന് തോന്നുന്നല്ലേ? ആ 1 hour കഴിഞ്ഞു ഡോക്ടറെ. ഇനി നെക്സ്റ്റ് ക്ലാസ് എടുത്താൽ മതിയോ? നാളെ അല്ലേ നെക്സ്റ്റ് ഓക്കെ ക്ലാസ്? ഓക്കെ 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 നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഡോക്ടർ. ഓക്കെ, ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി.